അങ്ങനെ ഒന്ന് കാണുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ഇവിടെ റെക്കോർഡിങ് സിമ്പിൾ കാണിക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയുന്നോട്ടാ. ഞാൻ പെട്ടെന്ന് പോയി പഠിപ്പിക്കാനുള്ള ആവേശത്തിൽ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോറി, അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ഇതിന്റെ ബെനഫിഷ്യറീസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CGHS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ബെനഫിഷ്യറീസ് ആണ്. കൂടി ഞാനൊക്കെ കൂടി ഇത് പറയാട്ടോ. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോ അതൊരു ഡൗട്ട് ആകും. റെക്കോർഡഡ് ഇപ്പോഴാ റെക്കോർഡ് ആയുള്ളതുകൊണ്ട് സോറി. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സെർവന്റുകൾക്ക് ഈ ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആ പേരുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ആർക്കൊക്കെയാണ് CGHS എന്ന് പറയുന്ന ഹെൽത്ത് സ്കീം കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നത് ആർക്കൊക്കെയാണ്, ആ ഒരു ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ പേരുകളാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ്, ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റിനും ഏത് പാർലമെന്റിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ് ആരാണോ ആൾക്കും ഈ പറയുന്ന ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. ഈ എന്താ പറയാ, നമ്മളുടെ എംപ്ലോയീസും പെൻഷനേഴ്സും ഏതിന്റെ ഗവൺമെന്റിന്റെ പോലെ തന്നെ അവർക്ക് തന്നെ അവരെ തന്നെ എന്താ പറയാ ഗവേൺ ചെയ്യാൻ, അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ചില ഓട്ടോണമസ് ബോഡീസ് ഉണ്ട്. അവരെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡീസ് എന്ന് വിളിക്കാം. ഓട്ടോണമസ് കോളേജസ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഓട്ടോണമസ് കോളേജസ് കേട്ടിട്ടുണ്ടോ? കേട്ടതില്ല? ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണത്? അതായത് ഗവൺമെന്റ് കോളേജുകളെ പോലെ തന്നെ അവരെ പോലെ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് തന്നെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ ഒരു അധികാരം, ഒരു അതോറിറ്റി അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള കോളേജുകളുണ്ട്. അതുപോലെയുള്ള ബോഡീസ് ആണ് ഓട്ടോണമസ് ബോഡീസും. അതുപോലെ തന്നെയാണ് ഗവൺമെന്റിനെ പോലെ തന്നെ, ഗവൺമെന്റ് ഭരിക്കുന്നത് പോലെ തന്നെ അവർക്ക് ആ അധികാരം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അത്തരം ബോഡീസിനും CGHSന്റെ ഒരു സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് കവറേജ് കിട്ടുന്നതാണ്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ്. ഫോർമർ ജഡ്ജസ് ഓഫ് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓണറബിൾ ഹൈക്കോർട്ട്സ്. അതായത് സുപ്രീം കോർട്ട്, ഇന്ത്യയുടെ സുപ്രീം കോർട്ടും ഇന്ത്യയുടെ ഹൈക്കോർട്ടിലെയും ഓണറബിൾ ജഡ്ജസ് എപ്പോഴുള്ളത്, നേരത്തെ ഉള്ളത്. ഫോർമർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതല്ല, ഇപ്പൊ നിലവിൽ ആരാണോ എക്സിസ്റ്റിംഗ് ആരാണോ അതല്ലാതെ നേരത്തെ അതിൽ നിന്നും വിരമിച്ചവരുണ്ടാവുമല്ലോ. നേരത്തെ ആയിരുന്നു, അതിൽ നിന്ന് മാറിയവരുണ്ടായിരിക്കും. ആ ഒരു കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ മാറുന്നവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫ്രീഡം ഫൈറ്റേഴ്സും ഈ ഒരു CGHSന്റെ ഇതിനകത്ത് കവറേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അധികാരമുള്ളവരാണ്. ആരാണ്? ഫ്രീഡം ഫൈറ്റേഴ്സ്. അറിയാലോ ആരൊക്കെയാണ് ഫ്രീഡം ഫൈറ്റേഴ്സ്? രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ്. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, ജേർണലിസ്റ്റ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ. എന്ത് ജേർണലിസ്റ്റുകൾ? റെയിൽവേ ബോർഡിലെ ജേർണലിസ്റ്റുകൾ ഉണ്ടാവല്ലോ, പത്രത്തിലൊക്കെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന ആ പ്രസ് അസോസിയേഷന്റെ ജേർണലിസ്റ്റുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനും, റെയിൽവേയിലെയാണ് അവിടുത്തെ എംപ്ലോയീസിനും ഇതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകാവുന്നതാണ്. ആൻഡ് സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് വിഭാഗം, ആ വിഭാഗത്തിലെ എംപ്ലോയീസിനും ഇതിന്റെ ബെനിഫിറ്റ്, CGHSന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു സ്കീമിൽ ഒരു നേരത്തെ അവർ പറഞ്ഞു, നേരത്തെ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ, ആ CGHSന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിന് ഒരു എന്താ പറയാ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്ന ഒരു സ്കീമാണ് ഇത്. ബിക്കോസ് ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്, ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് CGHS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനെ മറ്റ് ഏതൊക്കെ സ്കീമുകളിൽ നിന്നും ഡിസ്റ്റിങ്റ്റീവ് ആക്കുന്നത്, എന്ന് വെച്ചാൽ വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഏതിന്റെ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. ഇതിന് ഓൾഡസ്റ്റ് ഹെൽത്ത് സ്കീം തന്നെയാണ്. മാത്രമല്ല ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1954-ലാണെങ്കിലും കറന്റ് ഇയേഴ്സിലാണ് ഇതിന് ഇത്രയും ഇഫക്റ്റീവ് ആയിട്ട് ഇത് നിലവിലുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനെയും കൂടി അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന, കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പോളിസി അല്ലെങ്കിൽ സ്കീമാണ്. ആൻഡ് മറ്റ് എന്താ പറയാ പോളിസീസ് ഓർ സ്കീംസിൽ നിന്നും ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഫാക്ടർ ഇതിന് കൊടുക്കുന്നത് എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ബെനിഫിറ്റുകൾ, ഒത്തിരി ബെനിഫിറ്റുകൾ ഈ ഒരു പോളിസിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആ ഒരു ബെനിഫിറ്റ്സ് അവൈലബിൾ ആക്കാവുന്നതാണ്. ആൻഡ് ബെനിഫിഷ്യറീസിന്റെ ലിസ്റ്റ് ആണ് നമ്മൾ തൊട്ട് താഴെ കണ്ടത്. All central government servants, pensioners and their family members,
honorable members of parliament, honorable judges of Supreme Court of India, employees and pensioners of autonomous bodies covered under CGHS, former judges of Honorable Supreme Court of India and also Honorable High Courts, freedom fighters, employees of the Railway Board, journalists who are the members of Press Association and also civilian employees of Defense. ഇത്രയും ആളുകൾക്ക് അപ്പൊ ആളുകളുടെ പേരാണ് കേട്ടോ. ആ ഒരു ഗ്രൂപ്പ് ആർക്കൊക്കെയാണ് CGHS-ന്റെ ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ളതിന്റെ കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ആ ബെനിഫിഷ്യറീസിന്റെ പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? നമ്മള് റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി സമയം വൈകിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ആദ്യം തുടങ്ങി പറഞ്ഞത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രം ഡിപെൻഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അധികം പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. കുറച്ച് ലാഗായി അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ തോന്നി എന്ന് വിചാരിച്ചാല് ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ പറയുന്ന സ്കീം പ്രകാരം ഇവർക്ക് എന്തൊക്കെ എലിജിബിലിറ്റി ഈ ഒരു സ്കീമിനകത്ത് ഉണ്ട്? അണ്ടർ ദി സ്കീം ദ എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ്. ഈ പറയുന്ന താഴെ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ ഈ പറയുന്ന ഗ്രൂപ്പുകാർക്ക്, ഈ ബെനിഫിഷ്യറീസിന് കിട്ടുന്നു എന്നാണ്. ഈ മുകളിൽ നമ്മൾ പറഞ്ഞ ബെനിഫിഷ്യറീസിനൊക്കെ താഴെ പറയുന്ന ബെനിഫിറ്റുകൾക്ക് അർഹതയുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഓരോന്ന്. കവർ ഫോർ PPF, അതിന്റെ ആ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ, നീട്ടിപ്പിടിച്ച് പഠിക്കണമെന്നില്ല. PPF എന്താ? പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള കവറേജ് ഇവർക്ക് ഈ ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് നമുക്ക് സാലറി കിട്ടുമ്പോ ഇന്നൊക്കെ ആണെങ്കിൽ പല കമ്പനീസും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. മിക്കവാറും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവർക്ക് PF അല്ലെ, TA, DA എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ PF എന്ന് പറയുന്നത് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നും അവരും കൂടി എന്താ പറയാ നമ്മുടെ എംപ്ലോയ്മെന്റ് സ്ഥാപനവും നമ്മുടെ ജോലി സ്ഥാപനവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. ആൻഡ് നമ്മൾ ആ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പോലും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താ പറയാ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ്. എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ജോലിയൊക്കെ കഴിഞ്ഞ് കുറെ നാളുകളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന കാശൊക്കെ അങ്ങനെ ഒക്കെ കിട്ടണം അല്ലെ, കാശുള്ളവരുടെ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാളൊക്കെ നമ്മളെയൊക്കെ വയസ്സായി കഴിയുമ്പോൾ ആളുകളൊക്കെ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആ പറയുന്ന ഫണ്ടൊക്കെ ഈ ബാക്കിയുള്ള ശിഷ്ടകാലത്ത് അവർക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ PF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അപ്പോ അത് ട്രീറ്റ്മെന്റ് ആൻഡ് മാത്രമല്ല, ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ചെലവുകൾ ആൻഡ് ഓൾസോ ഇഷ്യൂൻസ് ഓഫ് മെഡിസിൻസ്, ഇവർക്ക് വേണ്ട മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഒരു സ്കീമിന്റെ പ്രത്യേകതയാണ്. എന്തൊക്കെയാണ്? കവർ ഫോർ PPF, ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഇഷ്യൂൻസ് ഓഫ് മെഡിസിൻ. PPF-ന്റെ ഫുൾ ഫോം എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ്. ഓക്കെ, നോട്ട് ചെയ്തേ. അടുത്തത് കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഇവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കവറേജും അല്ലെ, പൈസ ഒന്നും അധികം കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും തന്നെ കൊടുക്കാതെ ഫുൾ ട്രീറ്റ്മെന്റ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കവറേജുകൾ ഈ ഒരു സ്കീമില് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എന്ന് ഞാൻ പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ ബെനിഫിഷ്യറീസിനാണ് കേട്ടോ. കുറച്ച് ബെനിഫിഷ്യറീസ്, ഒരു 9 ബെനിഫിഷ്യറീസിന്റെ ഒരു ഗ്രൂപ്പ് നമ്മളിവിടെ മുകളിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇവരുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് ഫുൾ കൺസൾട്ടേഷൻ വേണ്ടിയിട്ടുള്ള കവറേജ് കിട്ടുന്നു. ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ എംപാനൽഡ് ഹോസ്പിറ്റൽസ്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അകത്ത് ഉണ്ടാകേണ്ട എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമോ അല്ലെങ്കിൽ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ അതിനകത്ത് കൊടുക്കേണ്ടി വരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും കവറേജ് കിട്ടും. ആൻഡ് ഓൾസോ എംപാനൽഡ് ഹോസ്പിറ്റൽസ്. എന്താ ഈ എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ? എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, അത്തരം ഇൻഷുറൻസ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒരു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന ഹോസ്പിറ്റൽസിൽ പോയാൽ മാത്രമേ നമുക്ക് അതിന്റെ കവറേജ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്തരം ആളുകളെ അല്ലെങ്കിൽ ഇത്തരം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അല്ലെങ്കിൽ പെൻഷനേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ കിട്ടണമെങ്കിൽ
അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ ആ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഹോസ്പിറ്റൽസ് തന്നെ തെരഞ്ഞെടുത്ത് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും ആ ഒരു സ്കീം പ്രകാരം അവിടെ കൺസൾട്ടേഷനോ ട്രീറ്റ്മെന്റോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എംപാനൽഡ് മീൻസ് എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസും പിന്നെ ഈ പറയുന്ന സ്കീം പ്രകാരം ആ ഒരു കവറേജ് കൊടുക്കാമെന്ന് ലിസ്റ്റിലുള്ള ചില ഹോസ്പിറ്റൽസിന്റെ പേരുകളിലായിരിക്കും അവരുമായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്, കുടുംബക്ഷേമത്തിനുള്ള, അതായത് ഫാമിലി മെമ്പേഴ്സിന് ഫാമിലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള സർവീസസ് അതിനുള്ള കവറേജും ഈ CGHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പെൻഷനേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ഗവൺമെന്റ് എംപ്ലോയീസിന് അവരുടെ ഫാമിലിക്ക് അവരുടെ ഫാമിലിയുടെ ക്ഷേമത്തിന് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സർവീസസും കവർ ചെയ്യുന്ന ഒരു സ്കീം കൂടിയാണ് CGHS എന്ന് പറയുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ. ദെൻ ഇനി കവറേജ് എന്തിനാണ്? കവറേജ് ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ് ആണ്. അതായത് പ്രസവാനന്തര പ്രസവ സമയത്ത് ഉണ്ടാവുന്ന ചില എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എംപ്ലോയീസിനാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ പറയാ ചില രോഗങ്ങള് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരാത്തതെന്നൊക്കെ പറഞ്ഞ് നേരത്തെ മാറ്റി നിർത്തിയിരുന്നു. പ്രഗ്നൻസി, IVF ഒക്കെ എല്ലാം കവറേജ് എല്ലാ രീതിയിലും മാറ്റി വെച്ചു എന്നല്ല. ചില സ്കീമുകളൊക്കെ ഇന്ന് ഗവൺമെന്റ് രീതിയിലൊക്കെ തുടങ്ങിയേക്കണം. അതിനകത്തൊക്കെ കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ, അതായത് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കണക്കാക്കി വെയിറ്റിംഗ് പീരീഡിന്റെ അകത്ത് ആ ഒരു സമയത്തിനുള്ളിൽ അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവർക്ക് കവറേജ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ പോളിസീസിന് കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പൊ ഇവിടെ CGHS-ലാണെങ്കിൽ മെറ്റേണിറ്റി എക്സ്പെൻസുകൾ കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആയുഷ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഒറ്റ ട്രീറ്റ്മെന്റ് അല്ല, അത് പല ട്രീറ്റ്മെന്റുകൾ ചേർന്ന് നമ്മൾ അതിനെ ഷോർട്ടാക്കി പറയുന്നതാണ്. ആയുഷിന്റെ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന വേർഡ്സ് ഇതൊക്കെയാണ്. ആയുഷ്, ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഈ എല്ലാ അക്ഷരങ്ങളും കൂടി ചേർത്താണ് ആയുഷ് ട്രീറ്റ്മെന്റ്. അപ്പൊ എല്ലാ ട്രീറ്റ്മെന്റിനും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നു. അത്രേ ഉള്ളൂ ചുരുക്കം അല്ലെ. എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും വന്നിട്ടില്ലേ? ആയുർവേദ വന്നിട്ടുണ്ട്, യോഗ, നാച്ചുറോപ്പതി വന്നിട്ടുണ്ട്, യുനാനി നേരത്തെ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾസിലൊക്കെ നിങ്ങൾ യുനാനിയെ കുറിച്ചിട്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ടീച്ചേഴ്സ്. സിദ്ധ വൈദ്യം, പിന്നെ അതേപോലെ തന്നെ ഹോമിയോപ്പതി, ഇതൊക്കെ ട്രീറ്റ്മെന്റിൽ വരുന്ന ഇതൊക്കെയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും അസുഖം വന്നാൽ ഈ ഏതെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഒറ്റ വേർഡിൽ അവിടെ ഉദ്ദേശിക്കുന്നതാണ് ആയുഷ് ട്രീറ്റ്മെന്റ്. ഓക്കെ. അപ്പൊ CGHS പ്രകാരം കവറേജ് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ട്രീറ്റ്മെന്റ്, ഇഷ്യൂസ് ഓഫ് മെഡിസിൻസ് കിട്ടുന്നു. പിന്നെ കവറേജ് ഫോർ കൺസൾട്ടേഷൻ, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതോ അതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കവറേജ്. ഇൻഡോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ എംപാനൽഡ് ഹോസ്പിറ്റൽസ്, എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എന്ത് ചെയ്യുന്നു? ഇൻഡോർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്, ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കവറേജ് കിട്ടുന്നുണ്ട്. മെറ്റേണിറ്റി എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള കവറേജ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ കവറേജ് ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷിനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന വേർഡുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതൊന്ന് അതിന്റെ ഫുൾ ആയിട്ടുള്ള ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തേക്ക് പോകാലോ അല്ലെ. ഇനി അടുത്തത് ഈ CGHS-നകത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ CGHS പ്രകാരം നമ്മൾ പറഞ്ഞല്ലോ പെൻഷനേഴ്സിന്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എന്നൊക്കെ പറഞ്ഞു ഇവർക്കൊക്കെ ഈ ഒരു സ്കീം പ്രകാരം കവറേജ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഹൗ വുഡ് ദേ റെക്കഗ്നൈസ് ദം? ഇവരെങ്ങനെ മനസ്സിലാക്കും? ഗവൺമെന്റ് എംപ്ലോയി ആണോ സാധാരണ ജോലിക്കാരാണോ എന്നൊക്കെ നമുക്ക് നെറ്റിലും നെറ്റിച്ച് പോകാൻ പറ്റില്ലല്ലോ അല്ലെ. നമ്മളുടെ പല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിക്കാം. അത് കൂടാതെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകണമെങ്കിൽ ഈ സ്കീം പ്രൊവൈഡ്സ് ഡിഫറെന്റ് കളേർഡ് കാർഡ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ കാർഡുകൾ നൽകിയിട്ടുണ്ട്. പല കളേഴ്സിലുള്ള കളേർഡ് സ്ട്രൈപ്സ് ഉള്ള വരകൾ കൊണ്ട് കളറിന്റെ ആ വരകളുടെ സ്ട്രൈപ്സിന്റെ കളേഴ്സ് നോക്കിയിട്ടാണ് ഏത് വിഭാഗത്തിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് അത് രീതിയിലുള്ള സ്കീമിന് കവറേജുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ,
അപ്പൊ അതിനു വേണ്ടിയിട്ട് ദീസ് ഗ്രൂപ്പ് ആർ പ്രൊവൈഡഡ് സം കാർഡ്സ്. ഇവർക്ക് ഒരു കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഓൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എംപ്ലോയീസിനും ഇങ്ങനെ ഒരു അതിന്റെ ബെനിഫിഷ്യറീസിന് ഒരു കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ കാർഡിനകത്ത് ഫോട്ടോ വിത്ത് ഒരു ID പ്ലാസ്റ്റിക് കാർഡാണ്. അതിനകത്ത് ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആരാണോ അവരുടെ ലീഫ് പെൻഷനർ ആണെങ്കിൽ അവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാർഡ് CGHS കാർഡ് ഈസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ID കാർഡ്. അതൊരു ID കാർഡാണ്, പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഓൾസോ അതില് എന്തുണ്ടായിരിക്കും, ഡിപ്പെൻഡന്റുകളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ യൂണിക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ. മാത്രമല്ല ഇതിനൊരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും. ഒരുപോലത്തെ അല്ല, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നമ്പറുകൾ ഓരോരുത്തരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ഏത് സാഹചര്യത്തിലും ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദേ ഹാവ് ടു എന്താ പറയാ ഷോ ഇറ്റ്. അത് അവരെ കാണിച്ചു കൊടുത്ത് അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇവർക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കണമെന്നും അല്ലെങ്കിൽ കവറേജ് കൊടുക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ കാർഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തൊട്ട് താഴെ പറയുന്നത്. ഇത് ഒരു കാർഡ്, വൈറ്റ് കാർഡാണ് വിത്ത് വേരിയിങ് കളേർഡ് സ്ട്രൈപ്സ്. ഇതിനകത്ത് കളറ് മാറുന്നത് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈപ്പ് ഉണ്ടായിരിക്കും. ഒരു വെളുത്ത കാർഡാണെങ്കിലും അതിന് ഒരു വരകൾ ഉണ്ടായിരിക്കും. ആ വരയാണ് ഇതിനെ മറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്നത്. ആ വരകൾക്ക് കളർ ഉണ്ട്. വരകളുടെ കളറുകൾ യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ആണ്. യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ആണ്. ഇനി ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്ന് യെല്ലോ. യെല്ലോ നമ്മൾ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അവിടെ നേരത്തെ പറഞ്ഞത്, ബെനിഫിഷ്യറീസ് അവരൊക്കെ ഇതിനകത്ത് വരുന്നോന്ന് നോക്കിയേക്കാം. യെല്ലോ കളർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രൈപ്പ്, വൈറ്റുമായി യെല്ലോ കളർ സ്ട്രൈപ്സ് ഉള്ളത് ആരെ സൂചിപ്പിക്കുന്ന? ഏത് ബെനിഫിഷ്യറിയാ? ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി. ഒരു ഓട്ടോണമസ് കമ്പനിയുടെ ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്കാണ് യെല്ലോ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള കാർഡ് കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാർഡ് ഓരോന്നും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്ലൂ എ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ബ്ലൂ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയി ആണ്. അവർക്കാണ് ബ്ലൂ കളേർഡ് സ്ട്രൈപ്സ് ഉള്ള കാർഡ് കൊടുത്തിരിക്കുന്നത്. റെഡ് മെമ്പർ ഓഫ് പാർലമെന്റിനുള്ളതാണ്. മെമ്പർ ഓഫ് പാർലമെന്റിനാണ് റെഡ് കളേർഡ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ഉള്ള കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗ്രീൻ, ഗ്രീൻ ആർക്കാണ്? പെൻഷനർക്കാണ്. പെൻഷൻ പറ്റിയവർക്കാണ്. പെൻഷൻ പറ്റിയവരിൽ ex-MP വരും, റിട്ടയർഡ് പേഴ്സണൽ വരും, റിട്ടയർഡ് ആയിട്ടുള്ള തൊഴിലാളികള്, ഫ്രീഡം ഫൈറ്റേഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിൽ വന്നേക്കണം, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവർക്കും ആ ഒരു എന്താ പറയാ കാർഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പൊ ex-MP, റിട്ടയർഡ് പേഴ്സണൽ, ഫ്രീഡം ഫൈറ്റേഴ്സ്, പെൻഷനേഴ്സ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വാലിഡിറ്റി അണ്ടിൽ ദ ബെനിഫിഷ്യറീസ് റിട്ടയർമെന്റ് ഡേറ്റ്, ആ ഒരു എന്താ പറയാ ബെനിഫിഷ്യറിയുടെ റിട്ടയർമെന്റ് ഡേറ്റ് മുതലാണ് ഇതിന് വാലിഡിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. പെൻഷനേഴ്സ് ആണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പെൻഷൻ പറ്റിക്കഴിഞ്ഞതിന് ശേഷം ആ സമയത്താണ് അതിന്റെ വാലിഡിറ്റി തുടങ്ങുന്നത്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ഇറ്റ്സ് വാലിഡിറ്റി. അതായത് ഈ എന്താ പറയാ ഇതിന്റെ വാലിഡിറ്റി ഒക്കെ അവർക്ക് വർദ്ധിപ്പിക്കാനൊക്കെ പറ്റും. കുറച്ചുകൂടി കാലാവധി നീട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന റിട്ടയർമെന്റിന് ശേഷം, പോസ്റ്റ് റിട്ടയർമെന്റ് ആണ് പറഞ്ഞത്, മേക്ക് സം കോൺട്രിബ്യൂഷൻസ് ബിഫോർ ദ കംപ്ലീഷൻ. ആ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പേ ഇവർക്ക് എന്ത് ചെയ്യണം? ഇവരുടെ ആ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള കാലാവധിയിൽ ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തോളണം? ഒരു വർഷം മുമ്പേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. കോൺട്രിബ്യൂഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയെടുത്തിട്ട് അത് എന്ത് ചെയ്യാം? എടുക്കുകയാണെങ്കിൽ ഗെറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ബെനിഫിറ്റ്, ഇതിന്റെ അവൈലബിലിറ്റി കുറച്ചുകൂടി കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നു. അപ്പൊ ഈ കളറുകൾ ഇമ്പോർട്ടന്റ് ആണ്. 4 കളർ യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ഓരോന്നും ആർക്കാണ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നതാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മാർക്ക് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്തോ മാർക്കോ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു ID പ്ലാസ്റ്റിക് കാർഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സെന്റൻസുകൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീണ്ടും അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? SHI അല്ലെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. രണ്ടാമത് പഠിച്ചത് ഏതാ? ESI.
എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. മൂന്നാമത് പഠിച്ചത് ഏതാണ്? CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് സ്കീം. അപ്പൊ ഈ മൂന്നെണ്ണം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ പേരാണ്, നമുക്ക് കുറച്ച് പരിചയമുള്ള സാധനം അല്ലെ, RSDY. ഇതാണ് നമ്മൾ പലരും കേട്ടിരിക്കുന്ന RSDYയുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത്തെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് RSDY ആണ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന. അണ്ടർലൈൻ ചെയ്യുക, അതിന്റെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡഡ് ഫോമും അതുപോലെ തന്നെ ഇത് ഓരോ അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താ? രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന. മറക്കരുത്, ഇങ്ങനെ ചോദിക്കുക. അതായത് R എന്ന് പറയുന്ന ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ S എന്തിനെ സൂചിപ്പിക്കുന്നു, B എന്തിനെ സൂചിപ്പിക്കുന്നു, Y എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പോളിസി എന്നുള്ളതും, ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന ഇറ്റ്സ് എ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 2008 April 1st അല്ലെ, April 1, 2008 അധികം നാളുകളൊന്നും ആയിട്ടില്ല. മറ്റേതൊക്കെ നമ്മൾ 1954 പറഞ്ഞു അല്ലെ. അപ്പൊ അതിനേക്കാളൊക്കെ കുറെ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ അടുത്ത കാലം 2008 ഈ ഒരു പോളിസി സ്റ്റാർട്ട് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മിനിസ്റ്ററി ഓഫ് ലേബർ ആണ്, തൊഴിലാളികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിനിസ്റ്ററി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന വിഭാഗം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് ആർക്ക് കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. BPL ഫാമിലീസ് ആണ്, ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിനെ ഉദ്ദേശിച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ആൻഡ് ഓൾസോ ദോസ് ഹു ആർ വർക്കിംഗ് അണ്ടർ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എന്താ പറയാ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, BPL ഫാമിലീസിന്, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് 1st April 2008 എന്നുള്ള കാര്യം മറക്കണ്ട. ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ക്ലാഷ് ആകുന്നത്, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ഇൻഷുറൻസ് പദ്ധതികളും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് മറക്കാതെ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? Here is the coverage available to the beneficiaries to the രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമ യോജന. എന്തൊക്കെ ബെനിഫിഷ്യറീസ് ആണ്, ബെനിഫിറ്റ് ആണ് ഇവർക്ക് കിട്ടുന്നത്? BPL ഫാമിലീസിന് അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റിന് അർഹതയുണ്ട് എന്നാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ പറയുന്ന എന്തൊക്കെ കിട്ടുന്നു അവർക്ക് എന്നുള്ളത്. A sum insured of ₹30,000 for a worker in the unorganized sector and their families. അതായത് ഏകദേശം 30,000 രൂപ ഒരു ജോലിക്കാരന്, ഒരാൾക്കാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരന്, ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു 30,000 രൂപ വരെ അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെന്ത് കിട്ടും? വർഷത്തിലാണ്. പിന്നെന്ത് കിട്ടും? കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ജോലി എന്താ പറയാ, ഇടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയി അവിടെ മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻസുകൾ, അതിന് കവറേജ് കിട്ടുന്നു. മാത്രമല്ല കവറേജ് ഫോർ എക്സിസ്റ്റിംഗ് ഡിസീസസ്, നിലവിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് ചിലതിലൊക്കെ നേരത്തെ ഉള്ള രോഗങ്ങൾക്കൊന്നും കവറേജ് കിട്ടില്ല എന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷെ RSDY പ്രൊവൈഡ് ചെയ്യുന്നത് BPL, ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിനാണ്. അവർക്ക് നേരത്തെ കുട്ടികൾ ഇറങ്ങി ഉണ്ടാകുന്ന രോഗങ്ങളെ കൂടി കവറേജ് കൊടുക്കും, കാരണം അവർക്ക് അതിന് ചികിത്സിക്കാൻ കാശില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്നതിൽ എക്സിസ്റ്റിംഗ് ഡിസീസസിന് കവറേജ് കിട്ടുന്നുണ്ട്. കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000. ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവര് ഹോസ്പിറ്റൽസും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1000 രൂപ വീതം അവർക്ക് അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ്ലെസ് ഇൻഷുറൻസും ഇതിന് ഇവർക്ക് കിട്ടുന്നതാണ്. അതായത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ
പ്രൊവൈഡ് ചെയ്യണോ അല്ലെ? അതൊന്നും ഇല്ലാതെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എ പ്രീമിയം ഓഫ് ₹30 പെർ ആനം. ഒരു വർഷത്തിൽ ഇവർക്ക് എത്ര രൂപ മാത്രം കൊടുത്താൽ മതി ഈ ഒരു RSDY അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? വെറും 30 രൂപയാണ്. പെർ ആനം മീൻസ് പെർ ഇയർ ആണ് കേട്ടോ. ഒരു വർഷത്തിൽ 30 രൂപ മാത്രം അടച്ച് ഇവർക്ക് ഈ ഒരു സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ? ഒരു സം അഷ്യൂർഡ് ഓഫ് ₹30,000 പെർ വർക്കർ. ഒരു വർക്കർക്ക് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് 30,000 രൂപ വീതം. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, പിന്നെ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, നേരത്തെ ഉള്ള രോഗങ്ങൾക്ക് ബോർഡിട്ടുള്ള കവറ്, പിന്നെ മാത്രമല്ല ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് അപ് ടു ₹1,000, ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹30 പെർ ആനം. ഈ പറയുന്ന എല്ലാ കവറേജുകളും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 30 രൂപ മാത്രം പ്രീമിയം ഒരു വർഷത്തിൽ അടച്ചിട്ട് ആണ് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു RSDY പ്രകാരമുള്ള ബെനിഫിഷ്യറീസ് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കാമോ? ഇവിടെ തുടങ്ങി സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇയറുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കാട്ടെ ഒന്നുകൂടി. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാൻ സമയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സിന്റെ ഇനി ആരുടെയെങ്കിലും പോർഷൻസ് കവർ ചെയ്ത് തീരാത്തതുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ എടുക്കേണ്ടി വരും. നമ്മളത് തീർന്നാലേ അതിന് അങ്ങോട്ടേക്ക് പോയി എടുക്കാൻ പറ്റും. ആ കാർഡുകള് 4 കളേഴ്സും അത് ഓരോന്നും ആർക്ക് ബെനിഫിറ്റ് നൽകുന്നതാണെന്നുള്ളതും അണ്ടർലൈൻ ചെയ്തേക്കണേ. PPF അണ്ടർലൈൻ ചെയ്യണം, ആയുഷ് അണ്ടർലൈൻ ചെയ്യണം, ഇയർ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 1st April 2008 എന്നുള്ള ഇയർ അണ്ടർലൈൻ ചെയ്യാം. കഴിഞ്ഞോ? ഇനി അടുത്തത് എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്. നമ്മളുടെ എന്താ പറയാ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസുകളിൽ ചില ഉദാഹരണങ്ങൾ കൊടുത്തേക്കണ്ട. നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല. പഠിക്കാൻ ഞാൻ പറഞ്ഞത് ഏതാണെന്നറിയോ? ഇതുപോലത്തെ സാധനം പഠിക്കാൻ പറഞ്ഞല്ലോ ഒരാളെണ്ണം തന്നെ.
അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകൾ. അതാണെന്ന് ഞാൻ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരുന്നു പഠിക്കാനായിട്ട്. അത് പഠിക്കണം, ഇത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. അതായത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ ആണ്, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്, റിലയൻസ് ക്രിട്ടിക്കൽ ഇൻഷുറൻസ് ഇൽനസ്. നമ്മൾ നേരത്തെ കുറെ ഇൽനസുകൾക്ക് ഓരോന്നിനൊക്കെ കവറേജുകൾ കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ പറഞ്ഞിരുന്നു. അതിന് ചില ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തേക്കണേ. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ആണ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആൻഡ് ഭാരതി അക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ ചില എക്സാമ്പിൾസ് ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്, സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഉദാഹരണങ്ങൾ. ഒന്നുകൂടി പറയാം. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG അത് മെഡിക്കെയർ പ്ലാൻ ആണ്, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ആണ്, മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്, ഭാരതി അക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അത് വെറുതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പറഞ്ഞു. ഇൻഷുറൻസ് എന്താണെന്നും ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ കുറെ ടേംസ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന ടേംസിൽ പെട്ടതായിരുന്നു ക്ലെയിം. ക്ലെയിമിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ഫസ്റ്റ് പാർട്ടി ക്ലെയിമും ഒരു തേർഡ് പാർട്ടി ക്ലെയിമും അന്നേരം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു അല്ലെ. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനവുമായിട്ട് ഓടിച്ചു എന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ഞാൻ ക്ലെയിമിന് ആവശ്യപ്പെടുന്നു. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ മറ്റൊരു ക്ലെയിം കൂടി പറഞ്ഞിരുന്നു, തേർഡ് പാർട്ടി ക്ലെയിം. എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് മറ്റൊരാൾ നടത്തുന്ന ക്ലെയിമാണ്. എന്താ മറ്റൊരാൾ നടത്താനുള്ള കാരണം? ഞാൻ എന്തെങ്കിലും എന്താ പറയാ എന്റെ അശ്രദ്ധ കൊണ്ടോ മറ്റൊക്കെ എന്റെ വാഹനം കൊണ്ടോ അവരുടെ മേത്തോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസിലോ പിടിച്ചതിന്റെ ഫലമായിട്ട് അവർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കൂടി പരിഹാരം എന്റെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടിയത് ആ ഒരു പ്ലാനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പദ്ധതി പ്രകാരം അവരൊരു പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് പാർട്ടിക്കും തേർഡ് പാർട്ടിക്കും ക്ലെയിം കൊടുക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ടായിരിക്കും. ഇന്ന് വാഹനത്തിനൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറ്റുള്ളവരും കൂടി ശ്രദ്ധിക്കണം. നമ്മളുടെ അശ്രദ്ധ കൊണ്ടും അവരുടെ അശ്രദ്ധ കൊണ്ടും ഒക്കെ ഇത് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താ പറയാ മെയിൻ്റനൻസും അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾക്കും ഒക്കെ കവറേജ് ഒക്കെ തരണമെങ്കിൽ അവർ ക്ലെയിം കൂടി ചേർത്തിട്ടായിരിക്കും തരുക. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടി. അപ്പൊ നമ്മൾ അന്നേരം നമ്മൾ തേർഡ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നത് തേർഡ് പാർട്ടി ക്ലെയിം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇപ്പൊ തേർഡ് പാർട്ടി ഇൻഷുറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടാനായിട്ട് ചില ഒരു വിഭാഗം ആളുകൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അവരെ കുറിച്ചിട്ടാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ ആരോഗ്യ ഇൻഷുറൻസിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ അറേഞ്ച് ചെയ്യുക, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താന്ന് നോക്കാം. ഒന്ന് TPA, അതിന്റെ ഷോർട്ട് ഫോം ആണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ TPA എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കമ്പനി ഓർ ഏജൻസി ഓർ എൻ ഓർഗനൈസേഷൻ. അതൊരു കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, ഒരു ഓർഗനൈസേഷൻ ആകാം. ഇവർക്ക് എന്തുണ്ടെന്ന് അറിയാമോ? They have a license from the Insurance Regulatory Development Authority, IRDAI. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഒരു ലൈസൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? To process the claim in addition to providing cashless facilities as an outsourcing entity of a health insurance company and the selection of high quality hospitals for insurance companies. അതായത് ഒരു ഇടനിലക്കാരൻ അത്രേ ഉള്ളൂ, ആരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ. അതായത് ഇപ്പൊ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്കാരും അത് ആ ഇൻഷുറൻസ് കമ്പനിയെയും മാത്രമല്ല അവർക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ മറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുർഡിന് അതായത് ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റോ വന്നു കഴിയുമ്പോൾ അവർക്ക് ക്യാഷ്ലെസ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇവരെ ബന്ധിപ്പിക്കുക. മാത്രമല്ല അവർക്ക് നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി സർവീസസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ, അത്തരം കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിയോ ഒരു ഓർഗനൈസേഷനോ ഒരു ഏജൻസിയോ ആകാം ആര് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആരാന്ന് മനസ്സിലായോ?
അതായത് ഇപ്പൊ ഞാനൊരു വ്യക്തി, ഞാനൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കാം, ഞാൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അവര് നമ്മളുടെ ഈ പറയുന്ന ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങള് അല്ലെങ്കിൽ രോഗങ്ങള്, ഇവർക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തെരഞ്ഞെടുക്കുക. ചിലർക്ക് അതിനെ കുറിച്ചൊന്നും നല്ല രീതിയിലുള്ള ബോധ്യം ഉണ്ടാവില്ല. അപ്പൊ അവരെ സെലക്ട് ചെയ്യുക, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അവർക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, എന്താ ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങൾ. ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടുക, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവർക്ക് കാര്യങ്ങൾ നീക്കാൻ അറിയില്ല മുന്നോട്ടേക്ക്. സോ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറി പോലെ അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ആര്? IRDAI. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ഫങ്ഷൻ ആസ് ആൻ ഇന്റർമീഡിയറി. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഇവരാരെ പോലെ ഒരു പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറി, ഒരു മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരും മാത്രമല്ല ഇൻഷുർഡ്. ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇൻഷുർഡ് ആണെങ്കിൽ എന്റെയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി അല്ലെങ്കിൽ ഒരു മധ്യവർത്തി എന്ന് പറയാം നമുക്ക്. ആരെ? TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടവർ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ പറയുന്ന TPAയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഒന്ന് ഇൻഷുറൻസ് കമ്പനി വരും, പിന്നെ ആര് വരും? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഹോസ്പിറ്റൽസ് വരും, ആൻഡ് ഓൾസോ ദ പോളിസി ഹോൾഡേഴ്സ്. എന്തെയാണ്? ഒരു മൂന്നുകാരാണ് ഈ TPAയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. ആരൊക്കെയാണ്? ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഓൾസോ പോളിസി ഹോൾഡേഴ്സ്. ഈ മൂന്ന് കൂട്ടരായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ആരാണെന്ന് മനസ്സിലായല്ലോ? തേർഡ് പാർട്ടി ആരാണ് മനസ്സിലായോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ലൈസൻസ് കിട്ടിയിരിക്കുന്നവരാണ്. ആരിൽ നിന്ന്? IRDAയിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രോസസ് ക്ലെയിംസ്. അതായത് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യാൻ, ആളുകൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഏത് കാശൊന്നും വാങ്ങിക്കാൻ പാടില്ല ഇതിനായിട്ട്, ഈ സേവനത്തിനായിട്ട്. അതിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ഇൻഷുറൻസിന്റെ എന്താ പറയാ അതോറിറ്റി. അതിന്റെ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന IRDAI ആണ്. അപ്പൊ അവര് കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസ് ആണ് ഇതിനോട് ഇതൊക്കെ ചെയ്യാനായിട്ട്. മാത്രമല്ല ഏത് ഹോസ്പിറ്റൽസിൽ അവർക്ക് എന്താ പറയാ ഈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് ഇവര് ചെയ്യുന്നുണ്ട് എന്ന്. ഇനി ഇവര് ഇൻഷുറൻസ് ഹോൾഡേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർമീഡിയറി ആണ്. മാത്രമല്ല ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന, ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാര് ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഓൾസോ പോളിസി ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ TPA എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം, കാരണം അതിന്റെ ഫുൾ ഫോം ചോദിക്കാം. ഇനി അത് ആ ഒരു സെന്റൻസ് അവിടെ നിന്ന് തുടങ്ങിയിട്ടില്ലേ? ടു പ്രോസസ് ക്ലെയിംസ് എന്നുള്ളത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? അവിടെ വരെ തൽക്കാലം ടു പ്രോസസ് ക്ലെയിംസ് അത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആരാണ് എന്നുള്ള സെന്റൻസ് അവിടെ വന്ന് നിൽക്കണ്ടേ? ടു പ്രോസസ് ക്ലെയിംസ് വരെ. പിന്നെ അതിന്റെ അടുത്ത സെന്റൻസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് TPA functions as an intermediary between insurance provider and the insured. ആ സെന്റൻസും അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് ഇതിന്റെ അകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സ്. ആ മൂന്നെണ്ണം അതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ TPM വേഗം ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്. ഓക്കെ, അടുത്ത ഒരു 3 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വായിച്ചില്ലേ? സംശയമില്ലല്ലോ?
ഓക്കെ. അടുത്തത്, ഹു ആർ ദർ ഇൻ TPA ആൻഡ് വാട്ട് ദേ ഡു. ആരൊക്കെയാണ് ഈ TPA ഉള്ളത്, എന്താണ് ഇവർ ചെയ്യുന്നത്? TPA സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചെയ്യുക? അതായത് ഇവര് പറഞ്ഞു, നമ്മൾ പറഞ്ഞു IRDA ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്, ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്, ഈ പറയുന്ന ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അവരിൽ നിന്ന് ഫീസ് വാങ്ങിക്കാൻ പാടില്ല, മാത്രമല്ല അവർക്ക് എന്താ പറയാ ഈ പറയുന്ന ക്ലെയിംസ് ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഗ്രൂപ്പ്, ഏജൻസി, ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ളവരാണ് TPA എന്ന് പറയുന്നത്. ഇനി അവർ എന്താ ചെയ്യുന്നതെന്നാണ് നമുക്കിനി ഓരോ പോയിന്റ് നോക്കാം. ഈ പറയുന്ന IRDA പ്രകാരം അല്ലെങ്കിൽ IRDA റെഗുലേഷൻസ് ആക്ട് പ്രകാരം TPA ഹാവ് ടു മെയിൻറ്റെയിൻ ദെയർ ഓൺ മെഡിക്കൽ ഹൗസ്. അവർക്കൊരു മെഡിക്കൽ ഹൗസ് അവർക്ക് തന്നെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഒരാള് എന്താ പറയാ എന്തെങ്കിലും രോഗമായിട്ടൊക്കെ വന്നു, TPA അത് കണക്ട് ചെയ്തു, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലെയിം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ്, ഒരു ടീം ഉണ്ടായിരിക്കണം, മെഡിക്കൽ ഒരു ഹൗസ് ഉണ്ടായിരിക്കണം. ആ മെഡിക്കൽ ഹൗസിൽ ഒരു ഡോക്ടർ, ദാറ്റ് മീൻസ് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, പിന്നെ ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, പിന്നെ IT നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണൽസ്, പിന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇവരെല്ലാവരും ചേരുന്ന ഒരു ഇൻ ഹൗസ് എന്താ പറയാ അവരുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരിക്കണം, അവരുടെ കയ്യിലപ്പം തന്നെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ക്ലെയിം നടത്തി കഴിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടേണ്ടി വരും, അല്ലെ? ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഡോക്ടേഴ്സും അതിന്റെ മറ്റേ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, പിന്നെ ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ലീഗൽ എക്സ്പേർട്സിന് വേണ്ടി വരും. അതിന്റെ കാര്യങ്ങളൊക്കെ ഫാക്സ് ചെയ്യാൻ ഫോർവേഡ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അതിന് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് വേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ഗ്രൂപ്പിനകത്ത്, അവരുടെ ഹൗസിനകത്ത് ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോ വേണമെങ്കിലും 24 hours. അല്ല എപ്പോഴാണ് ഒരു ഇൻഷുറൻസ് നമുക്ക് തങ്ങളുടെ ക്ലെയിമിന് വേണ്ടി നമ്മളെ സമീപിക്കാന്ന് അവർക്ക് അറിയില്ലല്ലോ TPA. അപ്പൊ അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നേരത്തെ കൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ TPA ഒന്ന് എന്താ പറയാ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ ഒരു ഗ്രൂപ്പിനെ അവിടെ അറേഞ്ച് ചെയ്ത് എപ്പോ വേണമെങ്കിലും റെഡി ആക്കി വെക്കണം. അതിനകത്ത് ആരൊക്കെ പെടും? ഡോക്ടർ വരും, ഹോസ്പിറ്റൽസിന്റെ മാനേജേഴ്സ് വരും, ലീഗൽ എക്സ്പേർട്സ് വരും, ഇൻഷുറൻസ് കൺസൾട്ടൻസ് വരും, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു കാര്യം ഇവരെന്താ ചെയ്യുന്നത് അറിയാമോ? ദ ടീം ഷുഡ് എൻഷുർ ദാറ്റ് there are no false claims. ഇനി ആരും തന്നെ ഫോൾസ് ആയിട്ട് അതായത് തെറ്റിദ്ധരിപ്പിച്ച് ക്ലെയിമുകൾ ചോദിക്കുന്നുണ്ട് എന്ന് അവര് ചോദിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, എനിക്ക് ഈ പറയുന്ന പദ്ധതി പ്രകാരം എനിക്ക് എന്താ പറയാ ക്ലെയിം ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു, എനിക്ക് വേറെ രോഗമാണെന്നോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണോ, ആക്സിഡന്റ് പറ്റി ഭയങ്കരമായിട്ട് എന്തോ പറ്റിയെന്നോ, ചിലപ്പോ വല്ല പൊട്ടലോ അതിലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ വലിയ എന്തെങ്കിലും കാര്യം വന്നു നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ക്ലെയിമിന് വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫോൾസ് ക്ലെയിമുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം അങ്ങനെ വരുന്നവർക്കും പൊരുന്നവർക്കും ഒക്കെ ചോദിക്കുമ്പോ ക്ലെയിം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നിലനിന്ന് പോകുമോ? ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ ലിമിറ്റ് ചെയ്യാനും മാത്രമല്ല അവരുടെ സർവീസസ് നല്ല രീതിയിൽ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഈ ലോവർ ഇൻഷുറൻസ് പ്രീമിയം കൊണ്ട് എന്ത് ചെയ്യുന്നു, നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ആളുകളുടെ പ്രത്യേകത. അപ്പൊ ഈ പറയുന്ന ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ TPA അതും കൂടി എന്ത് ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം. ഫോൾസ് ക്ലെയിംസ് ഒന്നും ആളുകൾ വെക്കുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചറിയണം, അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേണം. അത് മറ്റൊരു കാര്യം. ഇനി നമ്മൾ പറഞ്ഞു ഈ TPA ഈ ഇൻഷുർഡിന്റെ ഇപ്പൊ ഞാനാണ് ക്ലെയിം ചെയ്തത്. അപ്പൊ ഞാൻ ഈ പറയുന്ന സേവനം ഇവരുടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ ഇവർക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട, കാരണം ഇതിന് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് IRDA ആണ്. സോ IRDA പ്രകാരം എന്ത് ചെയ്യുന്നു, TPA ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ചെറിയ ഫീസ് കിട്ടുന്നുണ്ട്. അത് കൊടുക്കേണ്ടത് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്, ദാറ്റ് മീൻസ് ദ ഇൻഷുറൻസ് കമ്പനിയാണ്. അത് കൊടുക്കുന്നത് എന്തോരായിരിക്കും? പ്രീമിയത്തിന്റെ 5.5% ആണ്. ഒരാള് ആ പറഞ്ഞ ആള് എത്ര രൂപയാണോ പ്രീമിയം അടച്ചത് ആ പ്രീമിയത്തിന്റെ എന്താണ് പറയാ ഒരു 5.5% ഫീസ് ആയിട്ട് ഇയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കൊടുത്തോളൂ, ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളൂ, നമ്മളത് കൊടുക്കണ്ട. നമ്മൾ ക്ലെയിം വെക്കുന്നു, അപ്പൊ ഞാനല്ലേ എന്റെ കാര്യത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത്, അപ്പൊ ഞാൻ ഫീസ് കൊടുക്കണ്ടേ എന്ന് ഒരു ചിന്ത വരും. ഇല്ല, തീർച്ചയായിട്ടും വേണ്ട എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയാണ് അത് കൊടുക്കേണ്ടത്. അത് പ്രീമിയത്തിന്റെ 5.5% പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ IRDA ഇവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരവും അതനുസരിച്ച് ഇവര് പ്രവർത്തിക്കേണ്ടതുമാണ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ TPAയുടെ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അവരുടെ ഇൻ ഹൗസിൽ മെഡിക്കൽ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ലീഗൽ എക്സ്പേർട്സ്, IT പ്രൊഫഷണൽസ്, ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഒക്കെ അവരുടെ ഗ്രൂപ്പിലുണ്ടായിരിക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലെയിംസ് ആരും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ ദേ ഗെറ്റ് എ ഫീസ് ഓഫ് പെർസെന്റേജ് ഓഫ് 5.5% ഓഫ് ദ പ്രീമിയത്തിന്റെ പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഇവർക്ക് ഫീസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ലാസ്റ്റ് പറഞ്ഞ മൂന്നാമത്തെ ആരോമാർക്കിന്റെ പോയിന്റ്, TPA accepts fees from the insurance provider which is a percentage of premium and is normally 5.5%. അത് അണ്ടർലൈൻ ചെയ്യാം. And ഇവിടെ മുകളിൽ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ, TPA should have maintained their own in-house medical doctor, management consultants വരെ TPAയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഹൗസ് ഉണ്ട്. അതാരാണെന്നാണ് പറഞ്ഞിട്ട്. അതുകൂടി അണ്ടർലൈൻ ചെയ്തേക്കാം. ബാക്കി ഭാഗം നമ്മുടെ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഓക്കെ, 3 പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് വായിച്ചു നോക്കി അടയാളപ്പെടുത്തിയതൊക്കെ 1-2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇൻഷുറൻസിന്റെ പാടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളത് തീർന്നു കഴിയുകയാണെങ്കിൽ, എനിക്ക് സമയം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിന് തീരാത്ത വല്ല ചാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പഠിപ്പിക്കാനോ വിചാരിച്ചിട്ടാണ് ഞാനും കുറച്ച് അത്രയധികം സ്പീഡിലൊന്നും പോയിട്ടൊന്നുമില്ല. 2-3 പ്രാവശ്യമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ തീരത്തിട്ട് നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ വേറെ ആളുടെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഓക്കെ, then bye. Thank you.
Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Allowing Christmas ഒക്കെ school അല്ലേ? Yes, ma'am. Next ഒരു പുതിയ ലെസൺ ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. എല്ലാവരും പരിചയപ്പെടുക ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ. എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാനോ? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട്. നമുക്ക് എല്ലാവരും അല്ലെ എന്തെങ്കിലും രീതിയൊക്കെ എല്ലാവരും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അഥവാ കുട്ടികളെ പഠിപ്പിക്കുന്നതോ ഒക്കെ ആയിട്ട് നമുക്കറിയാം. ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും കമ്പ്യൂട്ടർ മസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ബേസിക് നോളജ് അത് നമ്മൾ എങ്ങനെയെങ്കിലും സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇത് പഠിക്കാനുള്ളത്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ വരുന്നത് നോക്കാം എന്താന്നുള്ളത്. അതില് പ്രധാനമായിട്ടും പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ പറയുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാറ്റേഴ്സ് ആണ്. അതായത് കമ്പ്യൂട്ടേഴ്സ് ആണ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്താണ് സാധാരണയായിട്ട് ഡിജിറ്റൽ ഡാറ്റ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അതിന്റെ ബേസിക്കലി അത് എന്താണെന്ന് നമുക്കറിയാം നമ്പേഴ്സ് അല്ലെ. ആ ഒരു ഡിജിറ്റൽ ആയിട്ട് രീതിയിൽ മാത്രമേ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. Then they consist of hardware and software components that work together to carry out various tasks. നമുക്കറിയാം സോഫ്റ്റ്വെയർ അത് നമ്മൾ ആ പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്തത് അനുസരിച്ചിട്ടാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്നത് ഹാർഡ്വെയർസും സോഫ്റ്റ്വെയറും അങ്ങനെ മെയിൻ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. ടുഗദർ അത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിന്റെ ആ പ്രവർത്തനം സാധ്യമാക്കുന്നത്. The fundamental components of a computer consist of a central processing unit. അതായത് CPU നമുക്കറിയാവുന്നതാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. പ്രധാനമായിട്ടും അതിലുള്ള ആ ഒരു യൂണിറ്റുകളുടെ പേരാണ് എന്ത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസ്. നമുക്കറിയാം ഇൻപുട്ട് എന്താണെന്നുള്ളത് അല്ലെ. അത് നമ്മൾ കൊടുക്കുന്ന കമ്പ്യൂട്ടറിന്റെ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതാണ് ഇൻപുട്ട്. ദെൻ എന്താണ് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതനുസരിച്ചിട്ട് അത് എന്താണ് CPU അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യും. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ അതിന്റെ പ്രവർത്തനം നടക്കും. അതിനുശേഷം നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ദെൻ അത് മെമ്മറി യൂണിറ്റ് സ്റ്റോർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ പ്രോസസ്സിംഗ് CPU പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇനി എന്താ പറയുന്നത് CPU is said to be the brain of the computer. നമുക്കറിയാം എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് അതിന്റെ ആ ഒരു ബ്രെയിൻ അല്ലെ, തലച്ചോറ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്നനുസരിച്ചിട്ട് തന്നെ ആ ഒരു നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് എന്താണോ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് തന്നെ അത് ബ്രെയിനിൽ പ്രവർത്തിച്ച് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ് ആണ് എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോംസ് കാൽക്കുലേഷൻസ്. നമുക്കറിയാം കൊടുക്കുന്ന ഡാറ്റാസ് എപ്പോഴും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസിംഗ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും നമുക്കറിയാം ഇത് സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോർ ചെയ്യുന്നതാണ് മെമ്മറി യൂണിറ്റിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനം. Memory stores data and instructions that the CPU requires to access it quickly. നമ്മൾ കൊടുക്കുന്ന അത് മെമ്മറിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസുകൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ അതിന്റെ ബേസിൽ തന്നെ CPU അത് പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. Then input output devices make the user able to interact with the computer such as draw a keyboard and mouse. നമുക്കറിയാം നമ്മള് കൊടുക്കുന്ന ഇതല്ലേ ഇൻപുട്ട് അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പൊതുവെ കീബോർഡ് ഉപയോഗിച്ചിട്ട് മൗസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ ഇൻപുട്ടുകൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്.
അതാണ് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ചെയ്ത് നമുക്ക് തിരിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ഓരോ പ്ലേസുകളിൽ പോയി മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നത്. അത് തന്നെയാ പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സച്ച് ആസ് ത്രൂ എ കീബോർഡ് ആൻഡ് മൗസ് അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കി കിട്ടുന്നത്. Then storage devices store data and programs for long term use. അതായത് സ്റ്റോറേജ് ഡിവൈസിൽ അത് നമുക്കറിയാലേ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അത് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് പ്രോസസ്സിംഗിൽ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയാലും നമുക്കറിയാം സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അല്ലെ നീണ്ട കാലയളവിലേക്ക് ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. Then operating systems and applications are software programs that allow the computer to perform a specific task. നമ്മൾ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതൽ വിശദമായിട്ട് വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ്. അതായത് നമുക്കറിയാം നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാ അല്ലെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാമുകളാണ്. ഈ പ്രോഗ്രാമിന്റെ ബേസിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് ഡാറ്റാസ് ഔട്ട്പുട്ട് ആയിട്ട് റിസൾട്ടുകൾ കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെല്ലാം എന്താണ് ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഇതുകളിലാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ദാറ്റ് അലൗ കമ്പ്യൂട്ടർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കാം. ഒപ്പം ഇതിന്റെ ഒപ്പം അവിടെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് സഹിതം ജസ്റ്റ് കാണിക്കുന്നുണ്ട്. മോണിറ്റർ എന്താണുള്ളത്, മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, GPU, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസർ, കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്. ഇതെല്ലാം നമ്മൾക്ക് അല്ലെ ടച്ച് ചെയ്യാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമുക്കറിയാവുന്ന അല്ലെ കമ്പ്യൂട്ടർ ഇപ്പൊ നമ്മളെന്താണ് ഫോണിൽ കൂടെ അല്ലാതെ കാണുന്നവരൊക്കെ ഉണ്ട് അല്ലെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് ക്ലാസ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം ഇതല്ലേ മൊത്തത്തിൽ അറിയാവുന്ന ഒരു സംഗതിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. ഇവിടെ പവർ സപ്ലൈ നമ്മൾ പറയാറുണ്ട് അല്ലെ UPS എന്നുള്ളത് ആ പവർ സപ്ലൈ. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഡൗട്ട് ഉള്ളത് GPU. അതിന്റെ ഫുൾ ഫോം എന്താണ്? ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ്. നമുക്കറിയാം ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ഇപ്പോഴത്തെ കാലത്ത് ഇന്റലിജൻസ് അല്ലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതേപോലെ തന്നെ ക്രിയേറ്റീവ് പ്രൊഡക്ഷനും ഗ്രാഫിക്കും വീഡിയോസ് ഒക്കെ അതിലാണ് കീപ്പ് ചെയ്ത് വരുന്നത്. അതാണ് GPUവിന്റെ ഒരു ഉപയോഗം പറയുന്നത് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് അതിന്റെ ഫുൾ ഫോം. നോട്ട് ചെയ്ത് വെച്ചേര്. ബാക്കിത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആണ് അല്ലെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തോന്നുന്നത്. മൗസ് എന്താണ്, പ്രിന്റർ എന്താണ്, സ്പീക്കർ എന്താണ്, പവർ സപ്ലൈ അല്ലെ UPS എന്താണ്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്. നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ മദർ ബോർഡിലൂടെയാണ്. നല്ല പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതേ തന്നെ പ്രോസസർ CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്, മോണിറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? ഓക്കെ എന്ന് ചിലർ താമ്പൂടുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന ഒരു മെത്തേഡ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഇനി ഇതിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ് അതാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഫസ്റ്റ് പറയുന്നത്? ഹാർഡ്വെയർ. ഹാർഡ്വെയർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ, അതായത് നമുക്ക് കാണാവുന്ന ഒരു സംഭവങ്ങളൊക്കെ അല്ലെ. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് സെൻട്രൽ പ്രോസസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ മുകളിൽ കാണിക്കുന്ന പിക്ചേഴ്സ് ഒക്കെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതെല്ലാം എന്താണ് ഹാർഡ്വെയർസിലും ഉൾപ്പെടുത്താവുന്നതാണ്. എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മദർ ബോർഡ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഹാർഡ്വെയർസ് ആണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ആ ഉപയോഗത്തിന്
ആവശ്യമായിട്ടുള്ള ഇത്തരം സംഭവങ്ങള് നമ്മുടെ കമ്പോണൻസുകളാണ് എന്ത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ്വെയറിൽ എന്തൊക്കെ പെടാം? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. എപ്പോഴും PSC ഒക്കെ എഴുതുന്നവർക്ക് അറിയാം, അത് ഇങ്ങനെ കാണിച്ചിട്ട് എന്തായാലും ഓൺ വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞു കുറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് തരും. ആകെ കൺഫ്യൂസ്ഡ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ഹാർഡ്വെയർസ് എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്യുക, ഫിസിക്കലി ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ദെൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്, അതിലെന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? എന്താണ്? പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. ദിസ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എക്സാമ്പിൾ വിൻഡോസ്. നോക്കാം, ഇതിലെന്താണ് പ്രത്യേകതയുള്ളത്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുകളാണ്. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിന് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് വേണം അല്ലെ, എന്തെങ്കിലും ഒരു റിസൾട്ട് വേണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ടുകൾ കൊടുക്കുന്നത്. അപ്പൊ അത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചിട്ടാണ് ഇത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഇതുകളുണ്ട്, പ്രധാനമായിട്ട് നോക്കാം. പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. This consists of a system software, example Windows, MacOS, Linux, and application software, example web processor, games. അതായത് നമുക്കറിയാം ഇതിലെന്താണ് രണ്ട് തരത്തിലുള്ള ഇതുകൾ പറയുന്നുണ്ട്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വിൻഡോ, ലിനക്സ് എന്നൊക്കെ പറയുന്നത് സിസ്റ്റം. അതിന്റെ സിസ്റ്റമായിട്ട് നമ്മൾ എന്താ അഡീഷൻ അല്ലെ, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഒരു ഗെയിം ഒക്കെ കളിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഫുട്ബോളിന്റെ ഗെയിം ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെയൊക്കെ ആവുമ്പോ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെ, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. മറ്റെന്ന് പറയാൻ നമുക്കറിയാം മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ്, അതേപോലെ പവർ പോയിന്റ്, അതെല്ലാം എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അങ്ങനെ ഉള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ദിസ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എക്സാമ്പിൾ വിൻഡോസ്, മാക്കോസ്, ലിനക്സ്, എക്സെട്ര. ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വേഡ് പ്രോസസ്സേഴ്സ്, വെബ് പ്രോസസ്സർ, ഗെയിംസ്, അങ്ങനെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തി മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ എന്താ പറയുന്നത്? ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ്, പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾ ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് നമ്മൾ മസ്റ്റ് ആയിട്ടും എന്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, കമ്പ്യൂട്ടറിനോട് എന്താണ് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ആ പ്രവർത്തനം അവിടെ നടക്കണം അല്ലെ, കമ്പ്യൂട്ടറിൽ ആ പ്രോസസ്സിംഗ് നടക്കണം. അപ്പൊ ആ പ്രോസസ്സിംഗ് നടക്കുന്ന, ആ പ്രവർത്തനം നടത്തുന്ന ഒരു ഭാഗമാണ് എന്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മളപ്പോ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് അതില് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പോണൻസ് ആണ്. സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, അത് ഏത് രീതിയിലുള്ള പ്രോഗ്രാം വഴിയാണ്, ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വഴി ആയിരിക്കണം അത് ചെയ്യേണ്ടി വരുന്നത്. ചില കാര്യങ്ങൾ അല്ലെ, ചില ഫോണിലോ അല്ലെങ്കിൽ ചിലതിൽ നമുക്ക് ഏബിൾ ആവില്ല, ചെയ്ത് വരാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, അതിന്റെ ആ സോഫ്റ്റ്വെയർ അതിൽ പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അപ്പൊ അതിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ ഒക്കെ സാധിക്കും. അതുകൊണ്ടാണ് ചില കുട്ടികളൊക്കെ ആവുമ്പോൾ ചിലത് അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ, എന്നിട്ടാണ് അത് അതിലേക്ക് ഉപയോഗപ്രദമാക്കുന്നത്. അതൊക്കെയാണ് എന്താ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി എന്താണ്, നമുക്കറിയാം CPU, അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ പ്രോസസ്സിംഗ് നടക്കണം അല്ലെ, എന്തിന്റെ ആണെങ്കിലും. അപ്പൊ ആ പ്രോസസ്സിംഗ് നടത്തണമെങ്കിൽ, ആ പ്രവർത്തനം നടത്തണമെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് എന്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ്, പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾ ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടുള്ള കാൽക്കുലേഷനോ പ്രവർത്തനങ്ങളോ മറ്റെന്ത് കാര്യങ്ങളും ചെയ്യുന്നതും ഡാറ്റകളെ നിയന്ത്രിച്ച് പ്രവർത്തന വിധേയമാക്കിയിട്ട് റിസൾട്ട് എത്തിച്ചു തരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനാണ്. നെക്സ്റ്റ് മെമ്മറിയാണ്. നമുക്കറിയാം അല്ലെ, ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൊടുക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് അല്ലെ, അതായത് സ്റ്റോർ ചെയ്ത് വെക്കണം മസ്റ്റ് ആയിട്ട്. അപ്പൊ അതനുസരിച്ചിട്ട് മാത്രമേ അതിന്റെ പ്രവർത്തനം നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി മെമ്മറിയിൽ അപ്പൊ അതുകൊണ്ട് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് സ്പേസസ് വേർ ദ കമ്പ്യൂട്ടർ സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ കറന്റ്ലി യൂസ്ഡ്. നമുക്ക് അപ്പാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് റിസൾട്ട് അവൈലബിൾ ആക്കി തരാൻ വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഭാഗമാണ് എന്താന്ന് പറയുന്നത് സ്റ്റോറേജ് സ്പേസ് അഥവാ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് കാച്ച് മെമ്മറി.
അതായത് നമുക്കറിയാം ഒന്ന് റാൻഡം ആക്സസ് മെമ്മറിയാണ്, അതായത് റാം, RAM. അതുമാതിരി തന്നെ നിങ്ങൾ റോം കേട്ടിട്ടുണ്ടാവും റീഡ് ഓൺലി മെമ്മറായിട്ട്. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതിന് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി മെമ്മറിക്ക് അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇതും കൂടിയാണ് മെമ്മറി കപ്പാസിറ്റി. അതായത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഭാഗങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. റാൻഡം എന്നുള്ളത് അതേമാതിരി തന്നെ RAM, ROM, അതേമാതിരി തന്നെ ക്യാഷ് മെമ്മറി എന്നുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും അത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനുള്ള മെമ്മറിയുടെ ആ ഭാഗത്തിനെ പറയുന്നതാണ് എന്ത് നമ്മുടെ മെമ്മറി യൂണിറ്റ് എന്നുള്ളത്. അതിൽ പറയുന്ന മറ്റു പേരുകളാണ് എന്താ റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ സ്റ്റോറേജ് ഇതേമാതിരി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ മെമ്മറിക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നത് വരെ മാത്രമല്ല, വീണ്ടും നമുക്ക് കാര്യങ്ങൾക്ക് വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. നമുക്കറിയാം കമ്പ്യൂട്ടർ അല്ലെ, കമ്പ്യൂട്ടറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, ഓക്കെ, അതിന് പക്ഷെ ഒരു പരിധിയുണ്ട് അല്ലെ. എന്തിനാണെങ്കിലും ഒരു പരിധി, കമ്പ്യൂട്ടറിന്റെ സ്റ്റോറിംഗ് കപ്പാസിറ്റിക്ക് പരിധിയുണ്ട്. നമുക്ക് അതിനപ്പുറം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ അത് അവൈലബിൾ ആക്കണമെന്നില്ല. ചിലപ്പോൾ അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും ലോഡ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം വീണ്ടും ഫ്രഷ് ആക്കേണ്ടൊക്കെ വരും. അപ്പോൾ ക്ലിയർ ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിൽ നിന്നും പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ എന്താണ് ചില നമ്മൾ എന്താണ് പെൻ ഡ്രൈവ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് അതിൽ നിന്ന് അല്ലെ ആ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി വേറിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് വീണ്ടും നമുക്ക് ആ ഡാറ്റാസ് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ആ പെൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ അന്നത്തേക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് സ്റ്റോറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഇസ് പവർ ഓഫ്. അത് പവർ ഓഫായി പോയാലും അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോയാലും നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളാണ് ഹാർഡ് ഡിസ്കും അതേമാതിരി പെൻ ഡ്രൈവ് പോലെയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്. അതാണ് IOO എന്ന് പറയുന്നത്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താ നോക്കാം. There are devices used to interact with the computer like a keyboard, mouse, monitors, printers and scanners. Mouse എന്ന് പറയുന്നത് മൗസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്, ഇത് നമ്മള് വ്യക്തമായിട്ട് നമുക്കറിയാലോ ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കണമെന്നും ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഉള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടും ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കീബോർഡും മൗസ് ഉപയോഗിച്ചിട്ടാണ് ഇൻപുട്ട് സംഭവങ്ങളെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇതാക്കുന്നത്. അതേമാതിരി തന്നെ എന്താണ് മോണിറ്ററും പ്രിന്റേഴ്സും ആൻഡ് സ്കാനർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം റിസൾട്ടുകൾ അല്ലെ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം മോണിറ്ററിൽ നമുക്കറിയാം. നമ്മൾ ഓരോ കീബോർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ അത് നമുക്ക് മോണിറ്ററിൽ തെളിഞ്ഞ് വരും. അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ പ്രിന്റ് ചെയ്തെടുക്കും അല്ലെ. സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്തെടുക്കും, പ്രിന്റ് ചെയ്തെടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഡിവൈസുകളെല്ലാം സ്കാനർ അല്ലെങ്കിൽ പ്രിന്റർ ഇതെല്ലാം എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസുകളാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. എന്താണ്, ദീസ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ലൈക്ക് കീബോർഡ്, മൗസ്, മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, എന്തൊക്കെ രീതിയിലാണ് ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്നത്. അതേമാതിരി തന്നെ കീബോർഡും മൗസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പികളെല്ലാം അല്ലെ സെൻഡ് ചെയ്തൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ആക്കി കൊടുക്കുന്നത്. ദെൻ നമുക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ കമ്പ്യൂട്ടർ അതിന്റെ CPU-കളിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു തരുമ്പോൾ അത് മോണിറ്റർ ആയിട്ട് നമുക്ക് വിഷ്വൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇൻ കേസ് അതിന്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ സ്കാനർ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സ്കാനറൊക്കെ ഉപയോഗിക്കും. അപ്പൊ അതെല്ലാം എന്താണ്,
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉപകരണങ്ങളാണോ ഉപാധികളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, കൺട്രോൾസ് ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് പ്രൊവൈഡ്സ് എ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് ദ കമ്പ്യൂട്ടർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സോഫ്റ്റ്വെയർസ് അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് അത് ഏതെങ്കിലും ഇത് സോഫ്റ്റ്വെയർ അതായത് ഏതെങ്കിലും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആ പ്രോഗ്രാമിന്റെ സെറ്റിംഗ് രീതി അനുസരിച്ചിട്ടാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, അതിന്റെ ആ ഉപാധികൾ അല്ലെ ആ വിഭവശേഷി ഉപയോഗിച്ചിട്ട് ആ മെമ്മറിനെയൊക്കെ ഉപയോഗിച്ചിട്ട് അത് കൺട്രോൾ ചെയ്ത് പ്രവർത്തനം നടത്തും. Then control hardware devices and provide a user interface for interacting with the computer. Computer വഴി നമ്മൾക്ക് ആവശ്യത്തിന് അത് ബന്ധപ്പെട്ടിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന ഒരു ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് പ്രവർത്തനങ്ങൾ അല്ലെ, ഏത് ഇൻസ്ട്രക്ഷൻസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സിസ്റ്റം, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ അതെ, അതങ്ങനെ സിംഗുലർ നെയിമില് പോണതാണ്, മൗസ് തന്നെയാണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് വേഡ് ആണ്. നമുക്കറിയാം ബേസിക് അല്ലേ, സാധാരണയായിട്ടുള്ള ഒരു ബേസിക് നോളജ് ഉള്ളവർക്ക് അറിയാം ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൈക്രോസോഫ്റ്റ് വേഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഓരോ ആപ്ലിക്കേഷൻസ് അല്ലെ റെസ്യൂം ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മള് വേഡ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കളയാനൊക്കെ വേണ്ടിയിട്ട് നമ്മള് ഇത് ഉപയോഗിക്കും അല്ലെ. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഫോർമാറ്റിന്റെ സൈസ് കൂട്ടിയും കുറച്ചും അല്ലെങ്കിൽ അണ്ടർലൈൻ കൊടുത്തും അല്ലെങ്കിൽ പാരാഗ്രാഫ് തിരിച്ചും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ എന്താണ് മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്ക് പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതായത് മൈക്രോസോഫ്റ്റ് വേഡ് ഉണ്ട്. അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പവർ പോയിന്റ് ഉണ്ട്, എക്സൽ ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സംഭവങ്ങൾ ഇതുകളുണ്ട് അല്ലെ. മൈക്രോസോഫ്റ്റിന്റെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇത്തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത ഓരോന്നിന് സ്പെഷ്യൽ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അതെല്ലാം യൂസ് ചെയ്തത് അല്ലെ. അതില് പ്രധാനമായിട്ട് ഈ ആപ്ലിക്കേഷൻസും ഈ ഫോമുകളൊക്കെ തയ്യാറാക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ പവർ പോയിന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താ പ്രത്യേകത, നമുക്ക് വിഷ്വലി അതായത് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇഷ്ടം കൂടി നമുക്ക് ഇമേജുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ഓരോ സ്ലൈഡുകൾ സെറ്റ് ചെയ്ത് അതിന്റെ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ വിഷ്വലൈസ് ചെയ്ത് എന്തെങ്കിലും കാണിക്കുകയൊക്കെ ചെയ്തിട്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കാനൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നത്. വേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ ഫോർമാറ്റുകൾ അല്ലെ, നമ്മുടെ ആപ്ലിക്കേഷൻസും അതൊക്കെ CV ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെയും നമുക്കറിയാം എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. എക്സൽ എന്താണ് പ്രധാനമായിട്ടും കാൽക്കുലേഷൻസ്, അത് കൂടുതൽ നമുക്ക് കാൽക്കുലേഷൻസ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇതുകൾ അല്ലെ, ഓരോ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ട് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെ അതൊന്ന് കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് റിപ്പീറ്റ്ലി
ആ ഇക്വേഷൻസ് വെച്ച് തന്നെ അതിന്റെ ഡാറ്റാസ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും എക്സൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി പോവുക. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? മൈക്രോസോഫ്റ്റ് വേഡ്. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. എന്താണ് വേഡ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ഈ ഫോർമാറ്റുകൾ, അതിന് എന്തെങ്കിലും എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അണ്ടർലൈൻ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ പാരഗ്രാഫ് തിരിക്കാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ പ്രധാനമായിട്ടും പെട്ടെന്ന് അത് ക്വിക്കായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കറിയാം. ഒരു പിക്ചറിൽ അല്ലെ ജസ്റ്റ് ഒന്ന് ഇതുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിന്റെയൊക്കെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് നമുക്ക് മുകളിലുള്ള ബാറുകൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോയേക്കുന്നതാണ്. അത് പിന്നെ പറയേണ്ടതുണ്ടോന്ന് അറിയില്ല. നമുക്കറിയാം എന്താണ് മെയിൻ ബാർ, മെനു ഉണ്ട്, ടൈറ്റിൽ ബാർ ഉണ്ട്, വിൻഡോ കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെ സ്ക്രോൾ ബാർ അങ്ങോട്ട് കിടക്കാൻ സൈഡ് ഇങ്ങനെ കിടക്ക് നീക്കാനായിട്ടൊക്കെ ഉള്ളത്. അതേമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ഫീൽഡുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇവിടെയും അതിന്റെ ഒരു വേരിയേഷൻ കാണിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതേമാതിരി തന്നെ എന്താണ് പ്രധാനമായിട്ടും ഓരോ ഡാറ്റാസ് നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് എഡിറ്റ് ഫോർമാറ്റിലൊക്കെ ചെയ്തിട്ട് അതിന്റെ ഓരോ കാര്യങ്ങൾ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും നമുക്കറിയാം ഓരോന്നിന്റെയും ആ ഒരു ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തെളിഞ്ഞു വരും. അപ്പൊ അത് ചെയ്തു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മളൊരു ഫോർമാറ്റ് തയ്യാറാക്കുമ്പോഴാണ് പ്രധാനമായിട്ട് ഇതിന്റെയൊക്കെ ആവശ്യകത വരിക അല്ലെ. ചില ഹെഡിങ്ങുകളൊക്കെ നമുക്ക് ഇത്തിരി ബോൾഡാക്കി സൈസ് കൂട്ടി കൊടുക്കണം, ചിലപ്പോൾ അണ്ടർലൈൻ കൊടുക്കണം, ചിലപ്പോൾ പാരഗ്രാഫ് ചെറിയ സൈസിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു വേരിയേഷൻസ് അതേ ഫോർമാറ്റിൽ തന്നെ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ സെയിം രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇൻ കേസ് നമ്മളിപ്പോ ഒരു സേവ് ചെയ്തിട്ട് ചില ഭാഗങ്ങൾ വീണ്ടും നോക്കുമ്പോൾ ചിലപ്പോൾ ചില പാരഗ്രാഫ് കട്ട് ചെയ്യണമെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ നമുക്കതെടുത്ത് നമുക്കത് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. പിന്നെ അഡീഷൻസ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അല്ലെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെ പേസ്റ്റ് ചെയ്ത് നമുക്ക് കൂട്ടിച്ചേർക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഒരു ഫോം അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോയിന്റ്സിലേക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് വേഡ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഫോർ എ വേഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ എ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് വേഡ് എന്നുള്ളത്. അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വേഡ് പ്രോസസിംഗ് കാര്യങ്ങൾക്ക് അല്ലെ നമ്മൾ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. It permits the user to create, edit, format, and save documents for different purposes like writing reports, letters, resumes, and more. Here are some important features and functionalities of Microsoft Word. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അതിലൂടെ പ്രധാനമായിട്ട് ലെറ്റേഴ്സും റെസ്യൂംസും മറ്റല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അത് തയ്യാറാക്കുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ഉപയോഗം വരുന്നത്? ഉണ്ടാക്കാൻ അല്ലെ, അത് ക്രിയേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കളയേണ്ടതോ കട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനൊക്കെ ആയിട്ട്, അതല്ലെങ്കിൽ അത് രൂപങ്ങളിലേക്കാനായിട്ട് നമുക്കറിയാം. ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ അല്ലെ ഏത് ഫോമിനും അതിൻ്റെതായ ഒരു ഫോർമാലിറ്റീസും രീതിയുണ്ട്. ആ രീതിയിൽ കൂടെ തന്നെ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ സേവ് ഡോക്യുമെന്റ് നമുക്ക് അത് അറിയാം, അത് സേവ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്കറിയാം വ്യത്യസ്ത ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്ത് ആവശ്യങ്ങളുടെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും അല്ലെ. നമുക്ക് വീണ്ടും ആ ഒരു പെൻ ഡ്രൈവിലൊക്കെയാണ് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വീണ്ടും നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസോ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനോ അതല്ലെങ്കിൽ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് എന്ന ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. നോക്കാം. മൈക്രോസോഫ്റ്റ് വേഡ് ഓഫേഴ്സ് എ യൂസർ ഫ്രണ്ട്ലി ആൻഡ് intuitive interface, making it reachable to both the beginners and experienced users. നമുക്കറിയാം ഇത് നമുക്ക് അല്ലെ നമുക്കൊരു ഇത് തിരുകൂടി എളുപ്പം അതിനായിട്ട് അണ്ടർസ്റ്റബിൾ ആണ്. കാരണം വളരെ ചെറുപ്പം മുതലേ നമ്മൾ അതിനോട് കൈകാര്യം ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് എത്ര പെട്ടെന്ന് ഇടപഴകാനൊക്കെ ആയിട്ട് സാധിക്കും. പെട്ടെന്ന് അല്ലെ ബിഗിനേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനോട് ഇടപഴകി പോകാനായിട്ട് സാധിക്കും. ടൂൾ ബാർ ആൻഡ് റിബൺ പ്രൊവൈഡ് ക്വിക്ക് എൻട്രി ടു ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻസ്. നമുക്കറിയാം ടൂൾ ബാറിൽ അത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു.
സൈസ് കൂട്ടാനോ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബോൾഡ് ആക്കാനോ അതല്ലെങ്കിൽ കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും അത് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഫോർമാറ്റിംഗ് അല്ലെ രൂപം കൊള്ളിക്കാനും എന്തെങ്കിലും ഭേദഗതികൾ വരുത്താനായിട്ടും സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ ബിഗിനേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണെങ്കിലും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്നത്. Then documents creation and editing. Next point പറയുന്നത് documents creation and editing. പറഞ്ഞ points തന്നെയാണ് പറയുന്നത്. Users can create new documents from scratch or choose from a range of templates provided by a Word. നമുക്കറിയാം വ്യത്യസ്ത മോഡലുകൾ അല്ലെ അത് കാണിച്ചു തരും. ഏത് രീതിയാണെങ്കിലും കാണിച്ചു തരുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ മോഡൽ എടുത്ത് അതിനനുസരിച്ചിട്ട് രൂപം കൊള്ളാനൊക്കെ സാധിക്കും. ഇറ്റ് ഓഫേഴ്സ് എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾസ് ഫോർ ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് പേജസ്, പെർമിറ്റിംഗ് യൂസേഴ്സ് ടു കസ്റ്റമൈസ് ദ അപ്പിയറൻസ് ഓഫ് ദിയർ ഡോക്യുമെന്റ്സ്. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ അവരുടെ എത്രത്തോളം ഉള്ള ആവശ്യക്കാരുടെ രീതി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഗ്രാഫിക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദെൻ കൊളാബറേഷൻ ആൻഡ് ഷെയറിങ്, അത് നെക്സ്റ്റ് ഫീച്ചർ ഒരു സവിശേഷത എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേഡ് സപ്പോർട്ട്സ് കൊളാബറേഷൻ ഫീച്ചേഴ്സ് മേക്കിംഗ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഏബിൾ ടു വർക്ക് ഓൺ എ ഡോക്യുമെന്റ് അറ്റ് ദ സെയിം ടൈം. നമുക്കറിയാം വ്യത്യസ്ത കാര്യങ്ങൾ അല്ലെ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ വ്യത്യസ്ത കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ അത് സേവ് ചെയ്തിട്ട് അടുത്ത ഡ്യൂട്ടിക്ക് പോകും അല്ലെ, അടുത്ത കാര്യങ്ങൾ ചെയ്തു വരും. പിന്നെ അതിന്റെ ചിലപ്പോ അടുത്ത കാര്യം ചെയ്യണതിന്റെ കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ഇതിനെ ഇൻവോൾവ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി ചേർക്കാൻ വേണ്ടി ചിലപ്പോൾ അതും കൂടി ഒരു സൈഡായിട്ട് നമ്മൾ കാണിച്ചിട്ട് അതിന്റെ വേരിയേഷൻസ് ഒക്കെ ഡിഫറൻസ് ഒക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കാനൊക്കെ പറ്റുമെങ്കിൽ അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് മാത്രമല്ല എപ്പോഴും നമ്മൾ റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം ചില റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതൊക്കെ ആയിട്ട് വരും. മറ്റു പ്രവർത്തനങ്ങളും കൊണ്ട് ലിസ്റ്റും കൂടി അത് സൈഡിൽ കാണിച്ചിട്ട് ഒക്കെ ആയിരിക്കും ആ റിസൾട്ടുകളൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റിപ്പോർട്ടിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് എളുപ്പം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് മെർജ് എഡിറ്റ്സ് മേക്ക് ബൈ ഡിഫറെന്റ് കോൺട്രിബ്യൂട്ടേഴ്സ്, അതായത് വ്യത്യസ്ത വ്യക്തികൾ അല്ലെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത് എന്താണ് അവരിൽ നിന്ന് എന്താണ് ഏത് മേഖലയിൽ നിന്നാണെങ്കിലും അതിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ആ ഒരു ഭാഗം അത് എന്താണ് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെർജ് ചെയ്ത് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. ഡോക്യുമെന്റ്സ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ബൈ ഇമെയിൽ, ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. അതായത് നമുക്കറിയാം ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇത് അനുസരിച്ചിട്ട് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മറ്റു കമ്പ്യൂട്ടേഴ്സിന്റെയും കൂടി കുറെ മാത്തേഴ്സും കൂടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അല്ലെ. ചിലപ്പോൾ ഒരു ദിവസം ആ ചെയറിലിരിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തി ചെയ്യുന്ന ഡീറ്റെയിൽസ് മാത്രമല്ല ചിലപ്പോൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരിക. ചിലപ്പോൾ ഡിഫറെന്റ് പ്ലേസിലുള്ളതായിരിക്കും, ചിലപ്പോൾ അതേ ഇതുകളിലുള്ള അല്ലെ ഒരു ബിൽഡിങ്ങിൽ തന്നെയുള്ള കുറച്ച് മാറ്റേഴ്സ് ആയിരിക്കും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ചില മാറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുറെ മാറ്റേഴ്സും കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇമെയിൽ വഴി അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്ന ക്ലൗഡ് സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയുക നെറ്റ് വഴി തന്നെ നമുക്ക് സ്റ്റോറിങ് കപ്പാസിറ്റി ഒരുപക്ഷെ നമ്മള് ഇത് കഴിഞ്ഞാൽ പോലും ഈ കുറെ ഡാറ്റാസ് എന്താണ് സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ടാവും. അതൊരു നെറ്റിന്റേതായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് അല്ലെ. ഇത് നമുക്കറിയാം ഇന്റർനെറ്റ് ഒക്കെ വഴി നമുക്ക് കുറച്ച് സ്റ്റോറിങ് കപ്പാസിറ്റി കൂടുതലാണ്. ആ സ്റ്റോറിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കുറെ ഡാറ്റാസ് കൂടി ഉപയോഗിക്കാനായിട്ട് ആ ഒരു സർവീസ് ആ ഒരു സേവനം കൂടി നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതായത് ഷെയർ ചെയ്യാനായിട്ട് മറ്റേത് ഭാഗത്തുനിന്നും ഈ ഡാറ്റാസുകളെല്ലാം നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിലേക്ക് മെർജ് ചെയ്ത് കയറ്റാനൊക്കെ ആയിട്ടുള്ള ഒരു രീതി അത് അവൈലബിൾ ആണ് ആ ഒരു സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റിന്റെ ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് എന്ന സോഫ്റ്റ്വെയറിന് അതിന് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്നതുകൊണ്ട് ഡോക്യുമെന്റ്സ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ബൈ ഇമെയിൽ വഴി ഷെയർ ചെയ്യാം. ക്ലൗഡ് സ്റ്റോറേജ് സർവീസിന് വേണ്ടിയിട്ട് അത് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്, നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഇതുകളെല്ലാം നമ്മൾ പാസ് ഔട്ട് അല്ലെ ഇത് വാട്സപ്പ് വഴി നമുക്ക്
ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്തുകൊണ്ടിരിക്കാതെ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടി ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നോക്കാം. Word provide a lot of formatting options for a text, which includes font style, size, colors and effects. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, അതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ കുറയ്ക്കാനും അല്ലെങ്കിൽ കൂട്ടാനും സാധിക്കും, കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ ഫോണ്ട് സ്റ്റൈൽ നമ്മൾ ഇറ്റാലിക് ബോൾഡോ അങ്ങനെ എന്തെങ്കിലും സ്റ്റൈല് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇതുകൂടി ഒരു സോഫ്റ്റ്വെയറിലുണ്ട് എന്നുള്ളതാണ്. യൂസേഴ്സ് ക്യാൻ അപ്ലൈ ഫോർമാറ്റിംഗ് ടു പാരഗ്രാഫ്സ്, അഡ്ജസ്റ്റ് ലൈൻ സ്പേസിംഗ്, ടെക്സ്റ്റ് ആൻഡ് ആഡ് ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിംഗ്. അറിയാം, നമ്മളിങ്ങനെ അതെടുത്ത് അല്ലെ ഒരു ഡാറ്റാസ് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ പാരഗ്രാഫ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് ഓരോ പാരഗ്രാഫ് സെറ്റ് ചെയ്യാം. ചിലപ്പോൾ ലൈനുകൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന ലൈനുകൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയും ഗ്യാപ്പ് വേണമെങ്കിൽ ആ ഗ്യാപ്പ് നേരത്തെ കൂടി നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് ടൈപ്പ് ചെയ്യാം. അതേമാതിരി തന്നെ ടെസ്റ്റ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഓരോ ഇത് കാണിച്ചു തരണമെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ചു തരാനായിട്ടുള്ള ഒരു സാധ്യത ഇതിലുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ബോൾഡ് ഇറ്റാലിക് പോളിഷ് വേണമെന്ന് വരികയാണെങ്കിൽ അത് ടെസ്റ്റ് മാറ്ററിൽ കാണിക്കുമ്പോൾ അതെല്ലാം കൂടി നമുക്ക് കാണിച്ചു തരും. അതനുസരിച്ചിട്ട് തന്നെ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഡാറ്റാസിന്. അല്ലാതെ ബുള്ളറ്റ് പോയിന്റ് നമുക്കറിയാം, എന്തെങ്കിലും പോയിന്റുകൾ അല്ലെ ഓരോ കുറെ പോയിന്റ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വ്യക്തമായിട്ട് സെപ്പറേഷൻ ആക്കിക്കാൻ വേണ്ടിയിട്ട് പോയിന്റുകൾ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പോയിന്റിന് ഓട്ടോമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് നമ്പർ വരും അല്ലെ. ബുള്ളറ്റ് ആണ് കൊടുക്കണമെങ്കിൽ ആ നെക്സ്റ്റ് ബുള്ളറ്റ് നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് ഓൾറെഡി അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ സെറ്റ് ചെയ്യാനുള്ള ഒരു വൈഡ് ഒരു സാധ്യത അത് എന്താണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ സവിശേഷതയായിട്ട് പറയുന്നത്. Then എന്താണ് പറയുന്നത്, it also offers modern features such as headers and footers, tables and style for consistent document format. അതായത് ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനൊരു ഹെഡ് അല്ലെ മുകളിലോ അല്ലെങ്കിൽ താഴെ അതിന്റെ ഫുട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മേലെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ് കാര്യങ്ങളൊക്കെ കൂട്ട് ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങൾ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ താഴെയും ഇതിന്റെ എന്താണ് സൂചനകൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴെങ്കിൽ നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഫൂട്ടറൊക്കെ തയ്യാറാക്കാനായിട്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു രീതി മോഡേൺ ഫീച്ചേഴ്സിന്റെ സവിശേഷ രീതികളൊക്കെ ഇതിലും ഇൻക്ലൂഡഡ് ആണ്, ഈ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. ടേബിളുകൾ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ സ്റ്റൈല് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ടേബിളോ സെറ്റ് ചെയ്യാം, പാരഗ്രാഫ് സെറ്റ് ചെയ്യാം, ബോൾഡ് ആക്കാം, സ്റ്റൈല് വേരിയേഷൻ ചെയ്യാം. എല്ലാം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ആ ഓപ്ഷൻസ് നേരത്തെ കൂട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി വീണ്ടും പറയുന്നത് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. നമ്മളിപ്പോ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ എന്തെങ്കിലുമൊക്കെ എററുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായാൽ അതും കൂടി ആ ഓപ്ഷനിലിട്ട് നമ്മൾ ഓരോ പാരഗ്രാഫ് ചെക്ക് ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് കാണിച്ചു തരും. അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ രീതിയിൽ കാണിച്ചു തരും. അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് സ്പെല്ലിംഗ് ചെക്കുകൾ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുണ്ട്. വേറെ കൺസിസ്റ്റ് ഓഫ് bulletin spelling and grammar checking tool to make user identify and correct errors. കറക്റ്റ് ആയിട്ട് എററുകളെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, തെറ്റുകളെ തിരുത്താൻ സാധിക്കും. ഇത് അണ്ടർലൈൻസ് മിസ്പെൽഡ് വേർഡ്സ് ആൻഡ് സജസ്റ്റ് കറക്ഷൻസ്. മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡുകളിലെല്ലാം അണ്ടർലൈൻ ചെയ്ത് വരും. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സജഷൻസ്, ചിലപ്പോൾ നമ്മൾ ആ ഭാഗത്ത് മിസ്പെൽഡ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് കുറച്ച് സ്പെല്ലിങ്ങുകൾ കൂടിയുള്ള ഭാഗം കാണിച്ചു തരും അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സ്പെല്ലിംഗ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് അനുസരിച്ചിട്ടുള്ള വേർഡ് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. which ensure the accuracy of a written content. നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, നല്ല വ്യക്തത അല്ലെ, കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള
കാര്യം. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. then നെക്സ്റ്റ് എന്താണ് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. അതായത് ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ users can insert different objects into their document. അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ഐശ്വര്യത്തോടു കൂടിയിട്ടായിരിക്കും ഓരോരുത്തരും അവരുടെ ഒരു ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുന്നത്. ലൈക്ക് ഇമേജസ്, ഷേപ്പ്, ചാർട്ട്സ് ആൻഡ് ടേബിൾസ് അല്ലെ അവരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ ബാക്കേഴ്സ് ഇതിൽ തയ്യാറാക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും തയ്യാറാക്കുന്നത്. ഇത് പെട്ടെന്ന് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചില ഷേപ്പുകളിലും അല്ലെങ്കിൽ ചില ഇമേജുകൾ കൊടുത്തിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ചാർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഫോർമാഷൻ അല്ലെ ഒരു മോഡലുകളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ അത് കൊടുക്കുക. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട് ഇൻ ടു ദിയർ ഡോക്യുമെന്റ് ലൈക്ക് ഇമേജസ്, ഷേപ്സ്, ചാർട്ട്സ് ആൻഡ് ടേബിൾസ്. They permit design, posting and formatting of these objects, making it easy to improve the visual appeal of documents. അതായത് നമ്മളിപ്പോ ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ എന്താണ് നമ്മൾ കീബോർഡ് മൗസും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് തയ്യാറാക്കി വരുമ്പോൾ അത് ഇച്ചിരി കൂടി വിഷ്വലൈസ് ചെയ്ത് അല്ലെ നമ്മൾ ഇച്ചിരി കൂടി അതിലേക്ക് പെട്ടെന്ന് തന്നെ കുറെ കാര്യങ്ങൾ മാറ്റം. എല്ലാവരും ഇപ്പൊ ബിസി ലൈഫ് ആയതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഫുൾ വായിച്ചിട്ടല്ല ആരും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലെ നമ്മുടെ ഡോക്യുമെന്റിന്റെ. അപ്പൊ അതിനെ എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ഷേപ്പുകളും അല്ലെങ്കിൽ ചില കോളങ്ങളും അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റ് വേഡിൽ എന്നുള്ളതാണ്. അതാണ് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പെട്ടെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ടെംപ്ലേറ്റ് ആൻഡ് തീംസ് എന്ന് പറയുമ്പോൾ Word provides a wide range of template and themes for various document types, including questions, letters, flyers and more. അപ്പൊ പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു സ്ലൈഡ് അല്ലെ ഓരോന്നിനും ഒരു നിശ്ചിത അകലം വെച്ചിട്ടാണ് ടെംപ്ലേറ്റുകളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ നിശ്ചിത ഇത് നമ്മളിപ്പോ ചിലപ്പോൾ ഷേപ്പുകൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത കോളങ്ങൾ നമ്മൾ കൊടുത്തിട്ട് ചിലപ്പോൾ നിശ്ചിത അകലം വെച്ചിട്ടൊക്കെയാണ് അത് കാണിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അതും കൂടിയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെന്റ് ടൈപ്സ് ഇൻക്ലൂഡ്സ് റെസിപ്റ്റ്സ്, ലെറ്റേഴ്സ്, ഫ്ലയേഴ്സ് ആൻഡ് മോർ. അത് ഓരോന്നും വ്യക്തമായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദീസ് ടെംപ്ലേറ്റ് ഓഫർ pre-designed layouts and formatting that save time and effort for users. അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ടൈമിൽ അത് ഇങ്ങനെ അവൈലബിൾ ആവും അല്ലെ. നമ്മളിപ്പോ ഫസ്റ്റ് എന്താണ് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു പ്ലേസിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മാറ്റേഴ്സുകളെല്ലാം അവൈലബിൾ ആക്കി തരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേബിൾ സെറ്റ് ചെയ്ത് അതനുസരിച്ച് അതിലേക്ക് എല്ലാത്തരം ഡാറ്റാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതാണ് ടെംപ്ലേറ്റ് ആൻഡ് തീംസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തീം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി മൈക്രോസോഫ്റ്റ് വേർഡ് പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് മൈക്രോസോഫ്റ്റ് വേർഡിനുള്ളത്. നമുക്കറിയാം ഒരു ഡോക്യുമെന്റ് നിങ്ങൾ എല്ലാവരും തന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്തേക്കുന്നതായിരിക്കും, അതായത് പഠിച്ചിട്ടുണ്ടാവും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ. അപ്പൊ അതെന്താണ് അതിന്റെ ആ ബേസിക് കാര്യങ്ങൾ, ആ വേർഡിന്റെ ബേസിക് കാര്യങ്ങളാണ് ജസ്റ്റ് സവിശേഷതകളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു പേര് വരുന്നുണ്ട്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇമെയിലൊക്കെ വഴി അയക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇന്റർനെറ്റിന്റെ ഒരു സൗകര്യത്തിന്റെ രീതി അനുസരിച്ചിട്ടല്ലേ ഗൂഗിൾ ഡ്രൈവ്, ആ ഒരു ഡ്രൈവിലൂടെയൊക്കെ ഓട്ടോമാറ്റിക് ഇത് സേവ് ചെയ്ത് പോവുകയാണെങ്കിൽ എത്രത്തോളം വരെയും സ്പേസ് അവിടെ ഉണ്ട് അല്ലെ, സ്പേസിന്റെ ആ ഒരു ഷോർട്ടേജ് അവിടെ അനുഭവപ്പെടില്ല.
അത് എന്തായാലും ഗൂഗിൾ ഡ്രൈവില് സേവ് ചെയ്ത് കിടന്നിട്ടുണ്ടാവും. നമ്മുടെ ഡാറ്റാസ് ഇതിൽ പോയി കാണുന്നാലും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോയാലും ഗൂഗിൾ ഡ്രൈവില് സേവ് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മളിത് സൂക്ഷിക്കുന്നതെങ്കിൽ ആ ഗൂഗിൾ ഡ്രൈവിൽ അത് മസ്റ്റ് ആയിട്ടും സേവ് ചെയ്ത് കടന്നിട്ടുണ്ടാവും. അതായത് അതിന് സ്റ്റോറേജ് പരിധികളില്ല എന്നുള്ളതാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോറേജിന്റെ ഒരു കപ്പാസിറ്റിയിലെ മിനിമം ഒരു സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്നുള്ള പരിധി എന്തിനില്ല, ഈ ഒരു വേർഡിന്റെ ആ ഒരു മൈക്രോസോഫ്റ്റ് പേരിലില്ല, ഗൂഗിൾ ഡ്രൈവിൽ അതാണ് സ്റ്റോർ ചെയ്തിരുന്നത്. ഗൂഗിൾ ഡ്രൈവിൽ എന്തായാലും നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വായിച്ചിട്ട് എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പിക്ചറും ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവിടെ ഡോക്യുമെന്റ് ഹെഡർ കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും അല്ലെ ടെക്സ്റ്റ് ബോക്സ് പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെഡിങ് കാര്യങ്ങൾ അതില് ആ ഒരു ടോപ്പിക്കില് ആ ഒരു ഡോക്യുമെന്റ്സിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഹെഡർ. അതേമാതിരി എല്ലാം താഴെ നമ്മള് ഫൂട്ടർ താഴെയാണ് വരാറ്. അത് ആ ഒരു സൗകര്യമുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ എന്തെങ്കിലും സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഹെഡിങ്ങും കാര്യങ്ങളും ഡോക്യുമെന്റ് പാരഗ്രാഫൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. അതിലെന്തെങ്കിലും സ്ലൈസും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നമ്മുടെ ഫയലിൽ തന്നെ നമ്മൾ ചെന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഹോമില് അല്ലെങ്കിൽ ഇൻസ്റ്റാറ്റില് പേജ് ലേഔട്ടിലെല്ലാം ഓരോരോ മാറ്റേഴ്സുകൾ ഉണ്ടാവും. അതിൽ ഓരോന്നിനും ചെന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് സൈസ് കൂട്ടണമെങ്കിലും അതേമാതിരി എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും അതേമാതിരി തന്നെ എന്തെങ്കിലും കോപ്പി ചെയ്യണമെങ്കിലും പേസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റെതായ ഒരു രീതികളെല്ലാം തന്നെ ഈ ഓരോ ഇതികളുണ്ട്. ആ രീതി അനുസരിച്ചിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഇതൊക്കെ എന്താണ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് പോയി അത് അതിൻ്റെതായ രീതികളിലെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഡോക്യുമെന്റ് ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ ഇത് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്താണ് കീബോർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. പ്രോഗ്രാം സെറ്റ് ചെയ്ത് ചെയ്യും, പ്രോഗ്രാം അല്ല ഡാറ്റാസ് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോഴെന്താണ് മൊത്തത്തില് ഡാറ്റാസ് നമ്മള് മൊത്തം ഡാറ്റാസ് ചെയ്തതിന് ശേഷം ഇതനുസരിച്ചിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങള് സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഗോൾഡോ ഇറ്റാലിയേക്കും അല്ലെങ്കിൽ സൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ട ടേബിൾസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു ഭാഗത്തേക്കൊക്കെ മാറ്റി തിരിച്ചൊക്കെ ചെയ്യും അല്ലെ. അത് ഒന്നില്ലെങ്കിൽ ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്തേക്ക് മുമ്പ് ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്യാം. ടേബിളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഓരോ പൊസിഷനിൽ വരുമ്പോൾ ടേബിൾ എടുത്ത് ടേബിൾ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ മറ്റേ സെലക്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ കോളങ്ങളിലേക്ക് അത് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ പോകും അല്ലെ. കീബോർഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന ആരോ കീ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതേമാതിരി മൗസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷൻസുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഫോർമാറ്റിൽ എല്ലാം ഉണ്ടാവും അല്ലെ. ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. അതിന്റെ ഓരോ ഭാഗത്തും ഓരോ ചെയ്ത് നമുക്ക് കൂട്ടണമെങ്കിൽ ഇനി ഭാഗത്ത് ലാസ്റ്റ് പേജിന്റെ ഏറ്റവും അവസാനം ആണെങ്കിൽ അങ്ങനെ പോവാം, മുകളിലേക്ക് പോവാം, പിന്നെ നീക്കി കാണണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടേക്കുള്ള അനുസരിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇനിയിപ്പോ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിലും ആഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ആ ഒരു ഭാഗത്തേക്ക് പോയി എന്താണോ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കാനായിട്ട് പേസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത മേഖലകളിലേക്ക് അയക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. മെയിലൊക്കെ ചെയ്യാനൊക്കെ ഇമെയിൽ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കാൻ ചെയ്യാനായിട്ട് സ്കാനിങ്ങിൽ പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റിങ് സൗകര്യങ്ങളൊക്കെ ഇതിൽ ഓരോ ഓപ്ഷൻസിലുണ്ട്. ബേസിക്കലി നിങ്ങൾ അത് യൂസബിൾ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഉപയോഗിക്കും അല്ലെ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും പഠിച്ച് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് നമ്മളുടെ ടൈം ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 1-2 ദിവസം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അത് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലുണ്ട് എന്നുള്ള ഒരു പാഠമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇതിൽ വരുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് നോളജ് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം, ഇതുകൂടി ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം.
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിങ്ങനെ ജസ്റ്റ് ഗ്യാപ്പുകൾ തരുന്നത് എനിക്ക് ചിലർക്ക് ഇത് അറിയാം, സ്പീഡിൽ പറയണേക്കാൻ മുമ്പേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ചിലർക്ക് ജസ്റ്റ് നമ്മളോടൊപ്പം തന്നെ ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞവരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് പോകാമായിരിക്കും. ചിലപ്പോൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊക്കെ കൂടുതലായിട്ടുള്ള എന്താ പറയുക, കുറച്ച് കൂടുതൽ നേരം കേട്ടിരുന്ന എന്നുള്ള ഒരു മടുപ്പുണ്ടാവും. കാരണം അവര് ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നു വരുമായിരിക്കും. എനിവേ എന്തായാലും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന, നേരത്തെ കിട്ടിയതായിരിക്കും. എന്തായാലും നോക്കാം. നമുക്കൊരു ചെറിയ ഇതും കൂടിയുണ്ട്, അതായത് ഹോസ്പിറ്റലിലെ ആപ്ലിക്കബിലിറ്റിയും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് മൈക്രോസോഫ്റ്റ് വീഡിനെ സംബന്ധിച്ച്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ഇതൊന്നും കൂടി കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെയ്തില്ലാന്നോ, നെക്സ്റ്റ് ക്ലാസ്സിന് മതിയോ? കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? അതായത് എല്ലാവരും എന്താ പറയുക, ക്രിസ്മസിന്റെ ഒക്കെ ക്രിസ്മസിന്റെ ക്ഷീണം അങ്ങനെ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ? എല്ലാവരും തന്നെ പോയി തുടങ്ങി, കുറച്ച് പേരായി. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു സമയം അല്ലെ, എന്താ പറയുക, വെക്കേഷൻ ടൈമൊക്കെ ആവുമ്പോൾ ഇച്ചിരി തിരക്കുണ്ടാവുകയായിരിക്കും. എന്നാലും നമ്മൾ ക്ലാസ് മൊത്തം മടക്കിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് വെച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതലായിട്ട് അധികം എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം ആപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റല്. അപ്പൊ ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ more options. എന്താ ചോദിച്ചത് മനസ്സിലായില്ല? മോർ ഓപ്ഷൻസ് വേണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.